അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്റ്റേജിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, കഴിഞ്ഞ 3 ദിവസങ്ങളിലായി നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ 19ാമത് പ്രോഫ്കോണിൻ്റെ സമാപന ദിനത്തിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാനും അതുപോലെ തന്നെ ഇന്നു മുതലുള്ള നമ്മുടെ ജീവിതത്തിൽ പുതിയൊരു പ്രബോധകനായിക്കൊണ്ട് ക്യാമ്പസിലും സമൂഹത്തിലും ജീവിക്കുവാനും തീരുമാനിച്ച നമ്മൾ ഇനി പൊതുസമൂഹത്തിലേക്ക് ഈ ദൗത്യവുമായി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരു പക്ഷേ നാം അഭിമുഖീകരിച്ചേക്കാവുന്ന പ്രധാനപ്പെട്ട ചില വെല്ലുവിളികളെക്കുറിച്ചുള്ള ഒരു ഫേസ് ടു ഫേസ് പാനൽ ഡിസ്കഷനാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. സമയപരിമിതി മൂലം എത്രയും പെട്ടെന്ന് വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ മാത്രം കവർ ചെയ്തുകൊണ്ട് ഈ സെഷൻ അവസാനിപ്പിച്ച് സമാപന സെഷനിലേക്ക് പോകുവാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പാനൽ ഡിസ്കഷൻ്റെ ആമുഖ ഭാഷണം നിർവഹിക്കുന്നതിന് പ്രിയപ്പെട്ട പണ്ഡിതൻ CP സലീമിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ മഹത്തായ പ്രോഫ്കോൺ നഗരിയോട് ചേർന്ന് നിൽക്കുന്ന മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെയും നമ്മുടെ റേഡിയോ സംവിധാനങ്ങളിലൂടെയും നമ്മളോടൊപ്പമുള്ള സഹോദരീ സഹോദരങ്ങളെ, പല വിദ്യാർത്ഥികളുടെയും സംസാരങ്ങളിൽ നിന്ന്, പ്രതികരണങ്ങളിൽ നിന്ന് ഇവിടെ ഏതെങ്കിലും തരത്തിലൊരു ഗാനമേള ഉണ്ടായിട്ടില്ല, കലാപരിപാടികളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ മണിക്കൂറുകൾ ഈ നഗരിയോട് ചേർന്നിരിക്കാൻ, ഈ സംസാരങ്ങളോട് ചേർന്നിരിക്കാൻ പ്രേരിപ്പിച്ച എന്തോ ഒരു സുപ്രധാനമായ ഘടകമുണ്ട് എന്നത് എല്ലാ പ്രോഫ്കോണിൻ്റെയും ഫീഡ്ബാക്കിൻ്റെ മുഖ്യമായ ഒരു ഘടകമാണ്. സുപ്രധാനമായ ചില തീരുമാനങ്ങൾ നമ്മളിൽ മിക്കവരും എടുത്തു കഴിഞ്ഞു എന്നത് ഞാൻ വിശദീകരിക്കേണ്ടതില്ല. ഇന്നലെ രാത്രി നടന്ന ആശയപരമായ വിഷയങ്ങളിലുള്ള മുഖാമുഖത്തെ അത്യാവേശത്തോടുകൂടി നാം ഉപയോഗപ്പെടുത്തിയതിൽ നിന്ന് അത് വ്യക്തമായതാണ്. ഇവിടെ ക്യാമ്പസുകളിലേക്ക് ഒരു പുതിയ മനുഷ്യനായി തിന്മകളോട് എല്ലാ അർത്ഥത്തിലും വിട്ടുനിൽക്കാനുള്ളൊരു തീരുമാനമായി നാം ക്യാമ്പസുകളിലേക്ക് പോകുമ്പോൾ അവിടെ സത്യത്തിൻ്റെ പാതയിൽ നിലകൊള്ളണമെങ്കിൽ ഒരനുകൂലമായ സാഹചര്യമുണ്ടാകണം. ആ സാഹചര്യങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് ഏറ്റവും നല്ല കൂട്ടുകാർ. ആ കൂട്ടുകാരോടൊത്ത് ഈ സത്യപ്രബോധനത്തിൻ്റെ വക്താക്കളായി മാറാൻ നാം ശ്രമിക്കുമ്പോൾ നമ്മിലേക്ക് വരുന്ന ചില സംശയങ്ങൾ അന്താരാഷ്ട്ര തലത്തിലും ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുമൊക്കെയുള്ള ചില ആനുകാലിക വിഷയങ്ങൾ സംബന്ധിച്ച് ഒട്ടേറെ ചോദ്യങ്ങൾ വ്യക്തിപരമായും രേഖാമൂലവുമെല്ലാം ഇവിടെ ലഭിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങളിലേക്കുള്ള കൃത്യമായ ഉത്തരം നൽകുക എന്ന ഉദ്ദേശത്തോടുകൂടി വിദ്യാർത്ഥികൾക്ക് മുഴുവനും അവസരം നൽകിക്കൊണ്ട് ഇത് സംഘടിപ്പിക്കാനാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ വിഷയങ്ങൾ ധാരാളം, ചോദ്യങ്ങൾ അതിനേക്കാൾ കൂടുതൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ സംശയങ്ങളെ ക്രോഡീകരിച്ച് ആ സംശയം ഇവിടെ ഉന്നയിക്കുമ്പോൾ അതെ, ഞാനും അറിയാൻ ആഗ്രഹിച്ചതാണ് എന്ന് നാം പറഞ്ഞു പോകുന്ന തരത്തിലുള്ള സുപ്രധാനമായ ചില വിഷയങ്ങൾ എടുത്തുകൊണ്ട് ഉള്ള ഒരു അവതരണമാണ് ഇവിടെ നടക്കുന്നത്. ആ വിഷയങ്ങളിലേക്ക് ഞാൻ പ്രവേശിക്കുന്നതിന് പകരം ഈ ആമുഖത്തിൽ പറയേണ്ട വിഷയങ്ങളെ നമുക്ക് ചോദ്യോത്തരത്തിന് കൂടി ആ സമയം മാറ്റിവെച്ചുകൊണ്ട് ഉപയോഗപ്പെടുത്താമെന്ന് നമുക്കൊന്നിച്ച് തീരുമാനിക്കാം. ആ ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി MSMൻ്റെ ഭാരവാഹികളെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. സാധാരണഗതിയിൽ
നമ്മൾ എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമൂഹത്തിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും ഈ അടുത്ത കാലത്ത് വളരെയധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്, അല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇസ്ലാമിക് സ്റ്റേറ്റ്സ്. ICS എന്നും IS എന്നും ISIS എന്നുമൊക്കെ ഓമന പേരുകളിൽ വിളിക്കപ്പെട്ട് പലരും തീവ്രവാദത്തിൻ്റെയും ജിഹാദിൻ്റെയും ഭാഗമാണോ എന്ന് പോലും തെറ്റിദ്ധരിച്ചിരിക്കുന്ന ISISൻ്റെ യഥാർത്ഥത്തിൽ അവരുടെ വാദം എന്താണ്? ഇസ്ലാമികമായ ഒരു രാഷ്ട്രം അവർ സ്ഥാപിച്ചിട്ടുണ്ട്, ഇനി അവിടെയുള്ളവരെല്ലാം അവരോട് ബൈഅത്ത് ചെയ്യേണ്ടതുണ്ട്, ഇനി എന്തെങ്കിലും തിന്മകളോ അതല്ലെങ്കിൽ തെറ്റുകളോ കണ്ടു കഴിഞ്ഞാൽ അവിടെ ഇസ്ലാമികപരമായ ശിക്ഷാവിധികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കും എന്ന രൂപത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും ഏറെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ISIS. എന്താണ് യഥാർത്ഥത്തിൽ ISISൻ്റെ ഒരു ചരിത്രം? ഇതിലേക്ക് വെളിച്ചം വീശിക്കൊണ്ട് നമ്മോട് സംസാരിക്കുന്നത് ഷബീബ് സലാഹി. വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. വനുസല്ലി വനുസല്ലിമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ISIS, ഇസ്ലാമിക് സ്റ്റേറ്റ്സ് ഓഫ് ഇറാഖ് ആൻഡ് സിറിയ എന്ന പേരിൽ പത്രമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഘടന, അദ്ദൗല അൽ ഇസ്ലാമിയ ഫിൽ ഇറാഖ് വസിറിയ, ദാഇഷ് എന്ന പേരിൽ അറബിയിലും അറിയപ്പെടുന്നു. ഈ സംഘടനയെക്കുറിച്ച് നമ്മൾ പഠിക്കുവാൻ തയ്യാറാകുമ്പോൾ ഇവരുടെ ചരിത്രം അടങ്ങുന്നത് ഇസ്ലാമിലെ പിഴച്ച കക്ഷികളായിക്കൊണ്ട് സമൂഹം പരിചയപ്പെടുത്തിയ, ഇസ്ലാമിക പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയ ഖവാരിജുകളിലേക്കാണ് എന്ന് വളരെ കുറഞ്ഞ നിമിഷത്തെ എൻ്റെ ഈ വിഷയാവതരണത്തിലൂടെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നതാണ്. 1999 ജമാഅത്തു തൗഹീദ് വൽ ജിഹാദ് എന്ന പേരിൽ ഇറാഖിലാണ് ഈ ISISൻ്റെ ഏറ്റവും ഒരു സംഘടനാപരമായി നോക്കുകയാണെങ്കിൽ അവരുടെ തറവാടി എന്ന് പറയുന്ന സംഘടനയുണ്ടാകുന്നത്. അതിനെ സ്ഥാപിക്കുന്നത് അബൂ മുസ്അബുൽ അസ്സർഖാവി എന്ന് പറയുന്ന വ്യക്തിയാണ്. അബൂ മുസ്അബുൽ സർഖാവി 999 ഈ സംഘടന സ്ഥാപിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങളുമായി അദ്ദേഹം മുന്നോട്ട് പോവുകയും ചെയ്തു. ഈ സമയത്താണ് 2004 നമുക്കറിയാം അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കയുടെ ആക്രമണങ്ങളും മറ്റും നടത്തിക്കൊണ്ട് കടന്നു വരുന്നത്. ഒരു ഭാഗത്ത് ഉസാമ ബിൻ ലാദനും മറുഭാഗത്ത് അമേരിക്കയിൽ നിൽക്കുമ്പോൾ തന്നെ അമേരിക്കക്കെതിരിൽ ഉസാമയോടും ഐമനുൽ സവാഹിരിയോടും കൂടെ പ്രവർത്തിക്കുകയും അവരുടെ കൂട്ടുകക്ഷിയായി പ്രവർത്തിക്കുകയും ചെയ്തയാളായിരുന്നു അബൂ മുസ്അബുൽ സർഖാവി എന്നുള്ളത് ഏതൊരു ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥിക്കും മനസ്സിലാക്കുവാൻ സാധിക്കുന്ന കാര്യമാണ്. പിന്നീട് അമേരിക്കയുമായി ബന്ധപ്പെട്ട ഒരു ഏറ്റുമുട്ടലിൽ 2006 അയാൾ കൊല്ലപ്പെടുകയുണ്ടായി. അയാൾ 2006 കൊല്ലപ്പെട്ടതിന് ശേഷം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സമയത്താണ് പിന്നീട് ഇറാഖിലേക്ക് അമേരിക്ക കടന്നു വരുന്നത്. ഇറാഖിലേക്ക് അമേരിക്ക കടന്നു വരുമ്പോൾ ഇറാഖി ജനതയുടെ സംരക്ഷിതർ എന്ന രൂപത്തിൽ തന്നെയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ്സ് ഓഫ് ഇറാഖ് എന്ന് പറയുന്ന ഒരു സംഘടന പിന്നീട് കടന്നു വരുന്നത്. അതിന് നേതൃത്വം കൊടുത്തതും അതിൻ്റെ സ്ഥാപന നേതൃത്വം നൽകിയത് നമുക്ക് കാണാൻ സാധിക്കും. അബൂബക്കർ അൽ ബഗ്ദാദിയെ പോലെയുള്ള ആളുകൾ കൂടിക്കൊണ്ടാണ് അത് ഉണ്ടാക്കിയത്. അബൂബക്കർ അൽ ബഗ്ദാദിയെ പോലെയുള്ള ആളുകൾ നമുക്കറിയാം അബൂ മുസ്അബ് സർഖാവിയുടെ കൂട്ടുകാരും സമകാലികരും
അവരുടെ കൂടെ പ്രവർത്തിച്ച ആളുകളുമായിരുന്നു. പിന്നീട് ഇവർ ആ ആളുകൾക്കിടയിൽ അഥവാ ഇറാഖികൾക്കിടയിൽ നല്ല രൂപത്തിൽ പ്രവർത്തിച്ചു എന്നതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ അവർക്കൊരു അംഗീകാരം ലഭിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പിന്നീട് കാലം മുന്നോട്ട് പോയപ്പോൾ 2007 കാലഘട്ടത്തിൽ ഇറാഖിലെ പൊതുജനങ്ങൾക്കെതിരിൽ തന്നെ ഈ ISIS ആളുകൾ പിന്നീട് നിറയൊഴിക്കുകയും അവരെ കൊന്നൊടുക്കുകയും ചെയ്യുന്ന സാഹചര്യം നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് ഇസ്ലാമിക് സ്റ്റേറ്റ്സ് ഓഫ് ഇറാഖ് ആൻഡ് സിറിയ എന്ന പേരിലേക്ക് കടന്നു വരുന്നത് 2011 കൂടെ ആരംഭിച്ച സിറിയയിലെ ചില ആഭ്യന്തര കലാപങ്ങൾ, ഷിയാക്കളും അവിടെയുണ്ടായിരുന്ന ഭരണകൂടവും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ, അവിടെ ഷിയാക്കളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ജബ്ഹത്തുൻ നുസ്റ അഥവാ നുസ്രത്തിന്റെ സംഘം, സഹായ സംഘം എന്ന പേരിൽ പിന്നീട് കടന്നു വരികയാണ്. ഈ ജബ്ഹത്തുൻ നുസ്റ പിന്നീട് വളരുകയും ജബ്ഹത്തുൻ നുസ്റ വളർന്ന് പന്തലിച്ചപ്പോൾ ആ ജബ്ഹത്തുൻ നുസ്റയിലെ ഉള്ളിൽപ്പെട്ട ആളുകൾക്ക് തന്നെ പിന്നീട് ആദർശപരമായ രൂപത്തിലുള്ള വ്യതിയാനങ്ങളും അതുപോലെ തന്നെ തർക്കങ്ങളും ആഭ്യന്തര കലഹങ്ങളും ഉണ്ടായി. അതിൻ്റെ ഭാഗമായി ആ ജബ്ഹത്തുൻ നുസ്റ രണ്ടായി പിളർന്നു. ആ രണ്ടായി പിളർന്നപ്പോൾ അതിലൊന്നായിരുന്നു ഇന്ന് കാണുന്ന അദ്ദൗല അൽ ഇസ്ലാമിയ ഫിൽ ഇറാഖ് വസ്സിറിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് സിറിയ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രസ്ഥാനം പ്രഖ്യാപിച്ചുകൊണ്ട് അതല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് അഥവാ ISI എന്ന പേരിൽ സംഘടന സ്ഥാപിച്ച അബൂബക്കർ അൽ ബഗ്ദാദി തന്നെയാണ്. അബൂബക്കർ അൽ ബഗ്ദാദി ഈ സംഘടന സ്ഥാപിക്കുകയും സ്വയം ഖലീഫയാണെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു. അദ്ദേഹം ഖിലാഫത്ത് പ്രഖ്യാപിച്ചുകൊണ്ട് ആദ്യം തന്നെ എഴുതുന്ന കത്തുകൾ ശ്രദ്ധേയമാണ്. ആ കത്തുകളിൽ അദ്ദേഹം പ്രത്യേകം പറയുന്നത് കാണാം, ഇവിടെ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുകയാണ്, ലോകത്തുള്ള എല്ലാ മുസ്ലിമുകളും ഇനി ഇറാഖിലേക്ക് ഹിജ്റ പോരേണ്ടതുണ്ട്, ഇസ്ലാമിക രാഷ്ട്രമായി കൊണ്ട് ഇറാഖ് പ്രഖ്യാപിക്കുകയാണ്. എന്നെ അംഗീകരിക്കാത്തവർ, എൻ്റെ ഖിലാഫത്ത് അംഗീകരിക്കാത്തവർ അവർ കാഫിറുകളാണ് എന്ന് അദ്ദേഹം ഫത്വ നൽകുകയും ചെയ്തു. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് ഖിലാഫത്ത് അംഗീകരിക്കുന്നില്ല, അബൂബക്കർ അൽ ബഗ്ദാദിയുടെ ഖിലാഫത്ത് അംഗീകരിക്കാത്തവൻ കാഫിറാണെന്ന് പറഞ്ഞ് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതോടുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഖവാരിജിയത്ത് കടന്നു വരികയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അതല്ലെങ്കിൽ അദ്ദേഹം നിലകൊള്ളുന്ന പ്രസ്ഥാനത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ആദർശത്തെ പുറത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. ഈ ഖവാരിജിയത്തിന്റെ ഭാഗമായി കൊണ്ടാണ് ഒരു ഭാഗത്ത് ജബ്ഹത്തുൻ നുസ്റ അവർ മുസ്ലിങ്ങളെ കൊന്നൊടുക്കുകയും അതിൻ്റെ ക്ലിപ്പുകളും വീഡിയോകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇത്തരത്തിലുള്ള ISന് അതല്ലെങ്കിൽ ദാഇശിന് കൈമാറുമ്പോൾ ദാഇശ് തിരിച്ചും മുസ്ലിങ്ങളെ തന്നെ കൊന്നൊടുക്കിക്കൊണ്ട് തിരിച്ചും മുസ്ലിങ്ങളെ തന്നെ കൊന്നൊടുക്കിക്കൊണ്ടുള്ള വീഡിയോകളും മറ്റുമെല്ലാം പുറത്തുവിടുന്ന സാഹചര്യം ഉണ്ടായത്. നമ്മൾ ആലോചിച്ച് നോക്കണം. അഥവാ അബൂബക്കർ അൽ ബഗ്ദാദി അംഗീകരിക്കാത്തവർ കാഫിറാണ്, കാഫിറിനെ കൊന്നു കളയുക എന്നത് അത് മുസൽമാന്റെ ബാധ്യതയാണ് എന്നുള്ള രൂപത്തിലുള്ള പ്രചാരണങ്ങളാണ് മുസ്ലിങ്ങളായ ആളുകളെ പോലും അബൂബക്കർ അൽ ബഗ്ദാദിയെ പോലെയുള്ള ആളുകൾ കൊന്നെടുക്കുവാനുള്ള കാരണം. ഒരിക്കലും തന്നെ ഈ അബൂബക്കർ അൽ ബഗ്ദാദിക്ക് ഇസ്ലാമുമായോ അതല്ലെങ്കിൽ ഇസ്ലാമിന്റെ ഖിലാഫത്തുമായോ യാതൊരു ബന്ധവുമില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാനായ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം. അദ്ദേഹം നമുക്കറിയാം, മഹാനായ ഖലീഫ ഉമറിന്റെ അടുക്കലേക്ക് കിസ്റയുടെയും കൈസറിന്റെയും എല്ലാം ദൂതന്മാർ കടന്നു വരുന്ന ചില സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യത്തിൽ ഇസ്ലാമിക ലോകത്തിന്റെ ഖലീഫയെ അന്വേഷിക്കുമ്പോൾ നിർഭയനായി കൊണ്ട് മദീനത്തെ മസ്ജിദ് നബവിയിൽ കിടന്നുറങ്ങുന്ന ഖലീഫ ഉമറിനെയാണ് കാണുന്നത് എങ്കിൽ അബൂബക്കർ അൽ ബഗ്ദാദി സ്വയം ഖലീഫയായി പ്രഖ്യാപിക്കുമ്പോൾ തന്നെ വെള്ളിയാഴ്ച ദിവസത്തെ ഖുതുബ നിർവഹിക്കുവാൻ വേണ്ടി അയാൾ എവിടെ നിന്നാണ് വരിക എന്ന് പോലും അയാളുടെ അനുയായികൾക്ക് പോലും അറിയുകയില്ല. എത്ര കണ്ട് ഭയത്തോടു കൂടിയാണ് അയാൾ ജീവിക്കുന്നത്. ഇസ്ലാമിലെ ഒരു ഖലീഫയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ നിർഭയമായി കൊണ്ട് തന്നെ കിടന്നുറങ്ങുന്ന സാഹചര്യം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയും അതുപോലെ തന്നെയുള്ള മുൻഗാമികളായ ഖലീഫമാരുടെയും കാലഘട്ടത്തിലുണ്ടായപ്പോൾ യഥാർത്ഥത്തിലുള്ള ഇസ്ലാമിനെ അംഗീകരിക്കുകയും അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്ത് അത് സമൂഹത്തിലേക്ക് കൃത്യമായി നിർവഹിക്കുകയും ചെയ്തപ്പോൾ വളരെ സുന്ദരമായി കൊണ്ട് തന്നെ അവർക്ക് ജീവിക്കുവാൻ സാധിച്ചു. എന്നാൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിച്ച് മുസ്ലിങ്ങളായ ആളുകളെ തന്നെ ആക്രമിച്ച് അവരെ തന്നെ കൊലപ്പെടുത്തിക്കൊണ്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന
പറയുന്ന അബൂബക്കർ അൽ ബഗ്ദാദിയെ പോലെയുള്ള ആളുകൾ സ്വയം ഖലീഫമാരായി ചമയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും തന്നെ അത്തരത്തിലുള്ള ആളുകൾക്ക് ഇസ്ലാമുമായോ ഇസ്ലാമിൻ്റെ ആദർശവുമായോ യാതൊരു ബന്ധവുമില്ല. മറിച്ച് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഘാതകരായ ആളുകളുമായിട്ടാണ് അവർക്ക് ബന്ധമുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല ഹക്കിനെ ഹക്കായി കൊണ്ട് മനസ്സിലാക്കുവാനും ഹക്കിനെ പിൻപറ്റുവാനുമുള്ള തൗഫീഖ് നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഇവിടെ തങ്ങൾ ഇസ്ലാമിക ഖിലാഫത്താണെന്ന് പറഞ്ഞ് രംഗപ്രവേശനം ചെയ്ത ഈ IS എന്ന കക്ഷിയെക്കുറിച്ച് നമ്മൾ കേൾക്കേണ്ടായി. ഇസ്ലാമിക ലോകത്തെ പ്രാമാണികരായ പണ്ഡിതന്മാർ ഈ ടീമിനെക്കുറിച്ച് അവരുടെ പദ്ധതികൾ, പരിപാടികൾ, സ്വഭാവങ്ങൾ ഇത് മനസ്സിലാക്കി അവരെക്കുറിച്ചുള്ള വിധി പ്രസ്താവിക്കുകയും മുസ്ലിം ലോക നേതാക്കന്മാരെയും നായകന്മാരെയും പൊതുജനങ്ങൾ, വിശിഷ്യ യുവാക്കൾ, അവർക്ക് തികഞ്ഞ ഉൾക്കാഴ്ചയാകുവാൻ ഇവരുടെ മതവിധി എന്ത് എന്ന് പ്രസ്താവിക്കുകയും ചെയ്തിട്ടുണ്ട്. സൗദി അറേബ്യയിൽ ലോക മുസ്ലിമീങ്ങൾ അംഗീകരിക്കുന്ന ഒരു പണ്ഡിത സഭയുണ്ട്. പ്രസ്തുത പണ്ഡിത സഭ പണ്ഡിതന്മാരുടെ കൂട്ടായ്മയാണ്. വിഷയങ്ങളെ അപഗ്രഥിച്ച് പഠിച്ച് മതവിധിയേകുക എന്നുള്ളത് അവരുടെ പ്രത്യേകതയാണ്. അതേപോലെ പല പണ്ഡിതന്മാർ വേറെയും ഈ ഒരു വിഭാഗത്തെക്കുറിച്ച് പഠിച്ച് വിധി പറയുകയും ലോകർക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഖവാരിജ് എന്ന് നമ്മളിവിടെ കേട്ടു. അതൊരു കക്ഷിയുടെ പേരാണ്. ലോകത്തിൻ്റെ ചരിത്രം എടുത്താൽ ഒരു ടീമും ഞങ്ങൾ ഖവാരിജുകളാണ് എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിന്നിട്ടില്ല. ഞങ്ങൾ ഖവാരിജുകൾ എന്ന് പറഞ്ഞ് മുദ്രാവാക്യം മുഴക്കുകയോ അങ്ങനെ ഒരു പേരിട്ട് ഒരു ടീം സ്വയം അവകാശവാദം പറഞ്ഞ് നിൽക്കുക ചെയ്തിട്ടില്ല. എന്നാൽ പല ടീമുകളെക്കുറിച്ചും അതാത് കാലങ്ങളിൽ പണ്ഡിതന്മാർ ഇവർ ഖവാരിജുകളാണ്, ഇവർ ഖവാരിജുകളുടെ ലക്ഷണങ്ങൾ പേറുന്നവരാണ്, ഇവരെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് ഖവാരിജ് എന്ന വിധിയും വിശേഷണവും നൽകി മുസ്ലിമീങ്ങളെ, ലോകരെ ഉണർത്തിയ സംഭവങ്ങൾ കാണാൻ സാധിക്കും. അപ്പം ഒരു കൂട്ടരെക്കുറിച്ച് അവർ ഖവാരിജുകളാണ് എന്ന് വിശേഷിപ്പിക്കുവാൻ, വിധിക്കുവാൻ അതാത് കാലങ്ങളിലെ പണ്ഡിതന്മാർ എന്താണ് അടിസ്ഥാനപ്പെടുത്തിയത്? ഖവാരിജുകൾ ഇവിടെ പിറക്കൊള്ളുമെന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ മുന്നറിയിപ്പ് നൽകിയ, അപായ സൂചന ഏകിയ ഒരു വിഷയമാണ്.
കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഇതിൻ്റെ വിത്ത് മുള പൊട്ടിയിട്ടുണ്ട്. പക്ഷെ അത് മുള പൊട്ടിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അത് വളർന്ന് പന്തലിച്ച് വലിയ ഒരു കുഴപ്പമാകാൻ അന്ന് അവസരം ഉണ്ടായില്ല. അന്ന് മുള പൊട്ടിയെങ്കിലും ഒരു സംഘടിത ശക്തിയായി ഇവർ പരിണമിച്ചത് ഹിജ്റയുടെ 38-ലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെട്ട് 27 വർഷം കഴിഞ്ഞതിന് ശേഷമാണ്. അന്ന് അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഭരണകാലഘട്ടത്തിലാണ് ആ ഒരു സംഘടിത ആൾക്കൂട്ടം ഇവിടെ ഉണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ച നാളിൽ ഈ ടീം അവരാരായിരിക്കും എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ ലക്ഷണങ്ങൾ പഠിച്ച സഹാബികൾ ഈ ടീമിനെ നോക്കി അവരിൽ ഈ ലക്ഷണങ്ങൾ ഒത്തത്, വിശേഷണങ്ങൾ ഒത്തത് മനസ്സിലാക്കി അവർ ഖവാരിജുകളെന്ന് വിധിക്കുകയും വിശേഷിപ്പിക്കുകയും ചെയ്തു. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് പറഞ്ഞ ലക്ഷണങ്ങൾ? അവരുടെ ലക്ഷണങ്ങളിൽ ഒന്ന്, അവർ സുഫഹാഉൽ അഹ്ലാം, അവിവേകികളായിരിക്കും. വിവേകം അവരെ ഭരിക്കൂല, അവിവേകം അവരെ ഭരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം വികാരത്തിലായിരിക്കും, വികാരജീവികളായിരിക്കും അവർ. ഹുദസാഉൽ അസ്നാൻ, അവർ പ്രായം നോക്കിയാൽ അവർ ചെറുപ്രായക്കാരായിരിക്കും. അതവരുടെ മറ്റൊരു പ്രത്യേകതയാണ്. പിന്നെ അവരെക്കുറിച്ച് പറഞ്ഞു, യഹ്ഖിറു അഹദുക്കും സലാതഹു മഅ സലാത്തിഹിം. സഹാബികളോട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, നിങ്ങൾ അവരുടെ നമസ്കാരം കണ്ടാൽ, നിങ്ങൾ സഹാബികൾ അവരുടെ നമസ്കാരം കണ്ടാൽ നിങ്ങളുടെ നമസ്കാരം നിങ്ങൾക്ക് നിസ്സാരമായിട്ട് തോന്നും. അവരൊക്കെ നിസ്കരിക്കണേണ്ടില്ലേ, അവരുടെ നിസ്കാരത്തോട് എൻ്റെ നിസ്കാരം തട്ടിച്ചാൽ അതൊന്നുമല്ല എന്ന രീതിയിൽ ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടാകും. അതേപോലെ വസൗമഹു ഇല മഅ സൗമിഹിം, തൻ്റെ നോമ്പിനെ അവരുടെ നോമ്പായിട്ട് നോക്കിയിട്ടുണ്ട് എങ്കിൽ അവരുടെ ചില പുറംപൂച്ചുകൾ, ഉപരിപ്ലവ ഭാവങ്ങൾ കണ്ടാൽ എൻ്റെ നോമ്പൊന്നുമല്ല എന്ന് നിസാരപ്പെടുത്തുമാർ അവരുടെ ആ പ്രകടനങ്ങൾ ഗംഭീരായിരിക്കും. അതേപോലെ വിശുദ്ധ ഖുർആൻ പാരായണം, അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവരുടെ ഖുർആൻ പാരായണം കേട്ടാൽ നിങ്ങൾ സഹാബികൾ ഖുർആൻ പാരായണം ചെയ്യുന്നത് നിങ്ങൾ നിസ്സാരവൽക്കരിച്ചു പോകും. ഓലൊക്കെ ഓത്ത് കേട്ടില്ലേ, എന്തൊരു ചാരുതിയിൽ ചന്തത്തിലാണ് എന്ന് പറഞ്ഞു പോകും. പക്ഷേ അവർ ഖുർആൻ പാരായണം ചെയ്യുന്നുവെങ്കിലും അത് ഭംഗിയുള്ളതാണെങ്കിലും അതിൻ്റെ ആശയവും തേട്ടവും അവരുടെ കഴുത്തിൽ നിന്ന് താഴേക്കിറങ്ങൂല, ഉപരിപ്ലവ പ്രകടനം മാത്രമാണ് എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞത്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, യത്രുകൂന അഹ്ലൽ ഔസാൻ വയഖ്തുലൂന അഹ്ലൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ ആളുകളെ അവർ വധിക്കും, അവരുടെ കരങ്ങളിൽ നിന്ന് ആരാധകർ രക്ഷപ്പെട്ടേക്കും. കാരണം ഇസ്ലാമിക സമൂഹത്തിലുള്ള ഈ ടീം, അവർ മുസ്ലിമീങ്ങൾ ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റിൻ്റെ പേരിൽ മുസ്ലിം കാഫിറായെന്ന് വിധിക്കുകയും, ഒരാൾ മദ്യപിച്ച് അതോടുകൂടി അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി, അയാൾ വധശിക്ഷ അർഹിക്കുന്നവനാണ് എന്നാണ് ഖവാരിജികൾ പറയുക. ഇപ്പോൾ ഇവിടെ പറഞ്ഞു കേട്ടില്ലേ, എന്താ പറഞ്ഞത്?
അബൂബക്കർ അൽ ബഗ്ദാദി താൻ ഖലീഫയായി അവരോധിക്കപ്പെട്ടു എന്ന് സ്വയം പ്രഖ്യാപിച്ച് തൻ്റെ ഖലീഫ സ്ഥാനത്തെ അംഗീകരിക്കാത്തവർ, തനിക്ക് അനുസരണ പ്രതിജ്ഞ ചെയ്യാത്തവരൊക്കെ ഇസ്ലാമെന്ന് പുറത്ത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്ലാമെന്ന് പുറത്തായിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് എന്ത് ചെയ്യാം? ഇനി അവരുടെ ആയുധ പ്രയോഗങ്ങൾ നടത്താം. ഇതൊക്കെ ഇവരുടെ ലക്ഷണമാണ്. മനുഷ്യരക്തം അതിൻ്റെ വില ഇസ്ലാമിൽ വളരെ വലുതാണ്. അന്യായമായി ഒരു മനുഷ്യനെ കൊന്നാൽ മുഴുവൻ മനുഷ്യരെയും കൊന്നതിന് തുല്യം എന്ന് പഠിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ്റെ അനുയായികളായ മുസ്ലിമീങ്ങൾ ഇസ്ലാമിൽ മനുഷ്യരക്തത്തിന് ഏറെ വിലയാണ്. പക്ഷേ ഈ വിഭാഗത്തിന് മനുഷ്യരക്തം നിസ്സാരാണ്. അതുകൊണ്ട് തന്നെ പുണ്യാളനെന്നോ പാപിയെന്നോ സൽഗുണനെന്നോ ദുർഗുണനെന്നോ വ്യത്യാസമില്ലാതെ അവർ മനുഷ്യരക്തം ചിന്തുന്നതിൽ മത്സരിക്കുന്നവരാണ്. അവരുടെ ചരിത്രം അന്ന് മുതൽ ഇന്നോളം എടുത്തിട്ടാൽ നമുക്ക് പ്രത്യക്ഷത്തിൽ ബോധ്യപ്പെടുന്ന ഒരു വിഷയമാണ്. ഇത്തരം സ്വഭാവങ്ങൾ പേറി ഇസ്ലാമിക നാടുകളിൽ വിശിഷ്യ സംഘടിക്കുന്നതായ ഈ കൂട്ടായ്മകളെ ഖവാരിജുകൾ എന്ന് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ വിധിച്ചിട്ടുണ്ട്. ചില കൂട്ടായ്മകൾ രൂക്ഷതയിൽ ചിലരെ പിന്നിലാക്കുന്നത് കാരണത്താൽ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ അവരെക്കുറിച്ച് പറഞ്ഞു, ഇവരിൽ ഖവാരിജിയത്തിൻ്റെ പല ലക്ഷണങ്ങളുമുണ്ട്. അത് പല തീവ്രവാദി ഗ്രൂപ്പുകളെ കുറിച്ചുമുള്ള വിധികളാണ്. ഇവിടെ പരാമർശിക്കപ്പെട്ട ടീം അവർ ഖവാരിജുകളാണ് എന്ന് പണ്ഡിത സഭ വിധി പറഞ്ഞിട്ടുണ്ട്. അവരുടെ ആദ്യത്തെ രംഗപ്രവേശനത്തിൽ തന്നെ പണ്ഡിത സഭ കൂടി പഠനം നടത്തി വിധി പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ വിശുദ്ധ മദീനയിൽ എൻ്റെ അധ്യാപകൻ കൂടിയായ ഒരു ഹദീസ് പണ്ഡിതൻ, അദ്ദേഹം വളരെ അഗ്രഗണ്യനായ ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരിൽ ഒരു തലയെടുപ്പുള്ള പണ്ഡിതൻ ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അൽ ബദർ ഹഫിളഹുല്ല, അദ്ദേഹത്തിൻ്റെ ഒരു ഫത്വ വായിച്ചു ഇവരെക്കുറിച്ച്. അദ്ദേഹം ഇവരെക്കുറിച്ച് വളരെ ശക്തമായ മുന്നറിയിപ്പാണ് നൽകിയത്. അബൂബക്കർ അൽ ബഗ്ദാദി തൻ്റെ ആളുകളെ വിളിച്ചുകൂട്ടി ഞാൻ നിങ്ങളെക്കാൾ ഉത്തമനല്ല എന്ന് പറഞ്ഞ് അയാളുടെ വിനയം പറഞ്ഞപ്പോൾ ഷെയ്ഖ് പറഞ്ഞത് അപ്പറഞ്ഞത് കൃത്യമാണ്. എല്ലാവരും അവരിൽ നീചന്മാരാണ്, അവരെക്കാൾ ഒരിക്കലും ഉത്തമനല്ല, നേതാവായ ഞാൻ അതിനീചനാണ് എന്ന് വരെ അദ്ദേഹത്തിൻ്റെ ആ വിഷയം പറഞ്ഞ് അയാൾക്കെതിരിൽ, ആ കൂട്ടായ്മക്കെതിരിൽ സൗദി അറേബ്യയിലെ പണ്ഡിതന്മാരിൽ പ്രമുഖനായ അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കേവലം ഈ ആവേശത്തിൽ അവിവേകത്തിൽ എടുത്തു ചാടുന്ന ഇത്തരം കക്ഷികളെ, ഗ്രൂപ്പുകളെ ശരിക്ക് നമ്മൾ കരുതിയില്ല എങ്കിൽ, മനസ്സിലാക്കിയില്ല എങ്കിൽ അവർ ഇസ്ലാമിനെ കുരുതി കൊടുക്കുന്ന, മുസ്ലിമീങ്ങളെ കുരുതി കൊടുക്കുന്ന, മനുഷ്യരെ ഹീനമായി കൊന്നൊടുക്കുന്ന ഒരു ദുരന്തമായ ഭാവിയാണ് ലോകർക്ക് കാഴ്ചവെക്കുക എന്ന് പണ്ഡിതന്മാർ അവരുടെ വിഷയത്തിൽ തീർത്തു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരെ കൈകാര്യം ചെയ്യുവാൻ നേതാക്കന്മാർക്ക്, ലോകനായകന്മാർക്ക് വരെ പണ്ഡിതന്മാർ അറിവ് നൽകുകയും സൂചന നൽകുകയും ചെയ്തിട്ടുള്ളത്. ഇതാണ് ആ വിഷയത്തിൽ ഒരനുബന്ധമായിട്ട് എനിക്ക് ഉണർത്താനുള്ളത്. ജസാക്കുമുല്ലാഹ്. അസ്സലാമു അലൈക്കും. നമ്മളെല്ലാവരും ഒന്ന് രണ്ട് ആയത്തുകൾ നോട്ട് ചെയ്യുന്നത് നന്നായിരിക്കും എന്ന ഒരു ആമുഖത്തോടു കൂടിയാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. കാരണം നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന പാവങ്ങളായ മുസ്ലിം സഹോദരങ്ങൾ അടക്കം അറിയാൻ ആഗ്രഹിക്കുന്നൊരു വിഷയം പലപ്പോഴും ഞാൻ ചോദിച്ചു പറയാം, എത്ര കാലം ഈ ചോദിച്ചു പറയുക, ചോദിച്ച് ഒന്ന് മനസ്സിൽ വെച്ച് നമുക്കൊന്ന് പറഞ്ഞുകൂടെ എന്ന് ചിന്തിക്കേണ്ട കാലമായിട്ടുണ്ട്.
ജാഹദ എന്ന പദത്തിൽ നിന്നാണ് ജിഹാദ് വന്നത്. ജാഹദ എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷ്യം നേടുന്നതിന് വേണ്ടി കഠിന പ്രയത്നം നടത്തുക, അതിനാണ് ജിഹാദ് എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ ഞാനൊരു ഉദാഹരണം പറയാം. 31-ാം അധ്യായം സൂറത്ത് ലുഖ്മാനിലെ 15-ാമത്തെ ആയത്തിൽ കാണാം, മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട വിഷയം പറയുന്നിടത്ത് വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഹുമാ. മാതാപിതാക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കു ചേർക്കുന്ന വിഷയം, ആ വിഷയത്തിൽ നിന്നോട് ജിഹാദ് ചെയ്താൽ നീ അവരെ അനുസരിച്ചു പോകരുത്. അപ്പോൾ മാതാപിതാക്കൾ മക്കളോട് ജിഹാദ് ചെയ്യുന്നു, എന്നിട്ട് പടച്ചോൻ പറയുന്നു അങ്ങനെ മാതാപിതാക്കൾ ജിഹാദ് ചെയ്താൽ ഫലാ തുതിഹുമാ, നീ അനുസരിച്ചു പോകരുത്. അവിടെ മാതാപിതാക്കൾ ബോംബെടുത്തിട്ട് മക്കൾ എറിയുകയാണോ, കത്തിയെടുത്തിട്ട് കുത്തുകയാണോ? അല്ല, അവിടെ അർത്ഥം നിർബന്ധിച്ചാൽ എന്നാണ്. മാതാപിതാക്കൾ നിന്നോട് നിർബന്ധിച്ചാൽ എന്നാണ് അർത്ഥം. ഹദീസിൽ നമുക്ക് കാണാം, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് വേണ്ടിയുള്ള ആഹ്വാനം ചെയ്യേണ്ട സമയം വന്നു. ഇസ്ലാമിൽ യുദ്ധമുണ്ട്, ഇസ്ലാം എന്നാൽ യുദ്ധമല്ല. അനിവാര്യമായൊരു സാഹചര്യത്തിൽ യുദ്ധത്തിന് വേണ്ടി ആഹ്വാനമുണ്ടായപ്പോൾ ആ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ചെന്ന ഒരു സഹോദരനോട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിന്റെ വീട്ടിൽ ആരാണുള്ളത്? അദ്ദേഹം പറഞ്ഞു, പ്രായമായ മാതാപിതാക്കൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ നിന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോവുക, അവിടെയാണ് നിന്റെ ജിഹാദ്. ഇവിടെ മകൻ മാതാപിതാക്കളോട് ജിഹാദ് ചെയ്യുന്നത് നേരെ പോയിട്ട് രണ്ടുപേരെയും കൊന്നുകളയാണോ? അല്ലല്ലോ, ആ മാതാപിതാക്കളെ പരിചരിക്കലാണ് അവിടുത്തെ ജിഹാദ്. അവരുടെ മലവും മൂത്രവും സന്തോഷത്തോടുകൂടി എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ മാതാവിൻ്റെ പിതാവിൻ്റെ മടിത്തട്ടിൽ മൂത്രമൊഴിച്ചപ്പോൾ സന്തോഷിച്ചു. ഇന്നലെ നമ്മൾ ആ ക്ലാസ് കേട്ടല്ലോ. അതുകൊണ്ട് ഒരവസരവും കൂടിയാണിത് എന്ന് മനസ്സിലാക്കി ആ മാതാപിതാക്കളെ കൈപിടിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ, ആ മാതാപിതാക്കൾക്ക് ആവശ്യമായ പരിചരണം ചെയ്തു കൊടുക്കാൻ വീട്ടിലേക്ക് തിരിച്ചുപോയി ചെയ്യേണ്ട പ്രവർത്തനത്തെപ്പറ്റി മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ജിഹാദ് എന്നാണ് പ്രയോഗിച്ചത്. താജുദ്ദീൻ സലാഹിയുടെ സംസാരം അവസാനിച്ചപ്പോൾ നമ്മൾ എല്ലാവരും ഏറ്റെടുത്ത ഒരു ദൗത്യം, വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ, 25:52 സൂറത്ത് ഫുർഖാനിലെ 52-ാമത്തെ ആയത്ത്. അതുകൊണ്ട്, അഥവാ വിശുദ്ധ ഖുർആൻ കൊണ്ട് നിങ്ങൾ ഏറ്റവും വലിയ ജിഹാദ് നടത്തുക. ഏറ്റവും വലിയ ജിഹാദ് ഖുർആൻ എടുത്ത് എറിയല, ഖുർആൻ എടുത്ത് കുത്തല, അല്ലല്ലോ. ആശയ പ്രബോധനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഖുർആനിലും ഹദീസിലും തന്നെ ജിഹാദുമായി ബന്ധപ്പെട്ട് വന്ന പരാമർശങ്ങളെ പഠിച്ചാൽ അത് പ്രാഥമികമായി മനസ്സിലാക്കുന്നിടത്ത് മുസ്ലിങ്ങളിൽപ്പെട്ട പലരും തന്നെ പരാജയപ്പെട്ടു എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഒരു ചോദ്യം, ഇസ്ലാമിൽ യുദ്ധമില്ലേ? ഉണ്ട്, ഇസ്ലാമിൽ യുദ്ധമുണ്ട്. ആ യുദ്ധവും ജിഹാദിൻ്റെ പരിധിയിൽ വരും. ഖിതാൽ എന്നാണ് നേരെ യുദ്ധത്തിന് പറയുക. ഖിതാൽ ജിഹാദിൻ്റെ പരിധിയിൽ വരും. കേരളം ഇന്ത്യയിൽപ്പെട്ടതാണ്. ഇന്ത്യ എന്നാൽ കേരളമല്ല. കേരളം ഇന്ത്യയിൽപ്പെട്ടതാണ്, ഇന്ത്യ എന്നാൽ കേരളമല്ല. ഖിതാൽ ജിഹാദിൽപ്പെട്ടതാണ്. ഖിതാൽ എന്നാൽ ജിഹാദ് അല്ല. ജിഹാദിന്റെ പരിധിയിൽ ഖിതാൽ വരും. അനിവാര്യ സാഹചര്യങ്ങളിൽ യുദ്ധം ചെയ്യേണ്ട സന്ദർഭങ്ങളിൽ യുദ്ധം ചെയ്യാനുള്ള ആഹ്വാനം പരിശുദ്ധ ഖുർആൻ, ഹരിദിൽ മുഅ്മിനീന അലൽ ഖിതാൽ, മുഹമ്മദ് നബിയെ യുദ്ധത്തിന് വേണ്ടി നീ സത്യവിശ്വാസികളെ പ്രേരിപ്പിക്കൂ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇത് അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ത്യയെപ്പോലെയുള്ളൊരു രാജ്യത്ത് എല്ലാ മുസ്ലിമീങ്ങളും ജിഹാദ് നടത്തണം. വിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായം സൂറത്ത് മാഇദയിലെ 35-ാമത്തെ ആയത്തിൽ നാം ഓരോരുത്തരും വിജയിക്കണമെങ്കിൽ ചെയ്യേണ്ട 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് തഖ്വ, മറ്റൊന്ന് തവസ്സുൽ, മറ്റൊന്ന് ജിഹാദ്. അപ്പോൾ എല്ലാവരും ജിഹാദ് നടത്തണം. ആ നന്മക്ക് വേണ്ടിയുള്ള ഏറ്റവും വലിയ ജിഹാദിൻ്റെ വശം അള്ളാഹുവിൻ്റെ ഏകത്വം സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്ത് പരലോക വിജയത്തിന് വേണ്ടി പ്രവാചകനെ അംഗീകരിക്കുന്നതിന് വേണ്ടി അവർക്ക് ദഅവത്ത് നടത്തുക എന്നതാണ്. ഈ ജിഹാദിൻ്റെ ദുർവ്യാഖ്യാനമാണ് ഇന്ന് വ്യാപകമായി പ്രചരിക്കപ്പെടുന്നത് എന്നത് ശരിയാണ്. അതിന് കാരണം വിശുദ്ധ ഖുർആനിനെയും പ്രവാചക ചര്യയെയും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ജിഹാദ് എന്നാൽ യുദ്ധം തന്നെയാകുന്നു എന്ന അർത്ഥത്തിലേക്കുള്ള വ്യാപകമായ ദുഷ്പ്രചാരണങ്ങൾ ലോകത്തുണ്ടായി. അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം ഇസ്ലാമിനെ നേരിട്ട് നശിപ്പിക്കുവാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയ ജൂതന്മാർ, അവർക്കറിയാം നേരിട്ട് ഇസ്ലാമിനോട് യുദ്ധം ചെയ്താൽ ആശയപരമായി വിജയിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഈസാ നബി അലൈഹിസ്സലാം പരിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തി ഇസ്ലാമിൻ്റെ ശക്തമായ വ്യാപനം നടന്നപ്പോൾ
അന്നത്തെ ഈസാ നബി അലൈഹിസ്സലാം പ്രവാചകനായ ആ സന്ദർഭത്തിലെ ഇസ്ലാമിനെ നശിപ്പിക്കുവാൻ എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിച്ച ജൂതന്മാർ പ്രയോഗിച്ചത് ഈസാ നബി അലൈഹിസ്സലാമിനോടുള്ള സ്നേഹം അങ്ങേയറ്റം അഭിനയിച്ചുകൊണ്ട് ഈ മതത്തെ നശിപ്പിക്കാം. അങ്ങനെയാണ് ശൗൽ, പിൽക്കാലത്ത് സെന്റ് പോൾ എന്നറിയപ്പെട്ട ശൗൽ എന്ന ജൂതൻ അക്കാലത്തെ ഇസ്ലാം മതത്തിലേക്ക് കടന്നു വരികയും മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിനെ പുകഴ്ത്തി പുകഴ്ത്തി ത്രിയേകത്വം കൊണ്ടുവന്നു. അങ്ങനെയാണ് ഈസാ നബി അലൈഹിസ്സലാമിനെ തന്നെ ആരാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിട്ട് ജൂതന്റെ വിജയമാണ് പുതിയൊരു മതം. ഇസ്ലാം എന്ന മതത്തിൽ നിന്ന് പുതിയൊരു മതത്തെ പുറത്തേക്ക് കൊണ്ടുവന്നത് ഈസാ നബി അലൈഹിസ്സലാമിനുള്ള സ്നേഹത്തെ മുമ്പിൽ വെച്ചുകൊണ്ടാണ്. അത് ചരിത്രത്തിന്റെ ഒരു ഭാഗം. മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് വന്നു. അവിടുന്ന് ദഅവ പ്രവർത്തനങ്ങൾ നടത്തി. നമുക്കറിയാം ആ ദഅവത്തിന്റെ വിശദാംശങ്ങൾ നാം മനസ്സിലാക്കി. അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നു ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹും ഇവരുടെ കാലഘട്ടത്തിൽ ഇസ്ലാമിക സാമ്രാജ്യം വികസിച്ചു. റോം, പേർഷ്യ സാമ്രാജ്യങ്ങളെ അങ്ങോട്ട് പോയി പിടിച്ചതല്ല. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് മക്കയിലുള്ള ഉമറിന്റെ ഭരണം മതി എന്ന് പറയുന്ന തലത്തിലേക്ക് ഇസ്ലാം വ്യാപിച്ചപ്പോൾ ജൂതന്മാർ അവർ പുകഞ്ഞാലോചിച്ചു എന്ത് ചെയ്യാൻ പറ്റും. ഖുർആനിനെ തകർക്കാൻ, ഹദീസിനെ തകർക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ സാധ്യമാകുന്നില്ല. ഖുർആന് സമാനമായ ആയത്തുകൾ അവരുണ്ടാക്കി നോക്കി. അൽ ഫീലു മൽ ഫീൽ, അത് മനുഷ്യന്മാരോട് പറയാൻ പറ്റില്ല, ഖുർആനിലെ മറ്റൊരു ആയത്ത് പോലെ ഉണ്ടല്ലോ എന്ന് അവർ തന്നെ പരസ്പരം കുറ്റപ്പെടുന്ന അവസ്ഥയിലെത്തി. അവിടെ നിന്നാണ് ശൗൽ ആവർത്തിക്കണം. അങ്ങനെയാണ് പുതിയ ശൗൽ, പേരോർമ്മിച്ചു വെക്കണം, അബ്ദുല്ലാഹിബ്നു സബ. അബ്ദുല്ലാഹിബ്നു സബ എന്ന പച്ച ജൂതൻ ഞാൻ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നാൽ നിങ്ങൾ ഇസ്ലാം അല്ല എന്ന് പറയാൻ ആർക്കാണ് അവകാശം? അദ്ദേഹം ശൗല് ചെയ്ത അതേ കാര്യം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അവിടുത്തെ കുടുംബത്തെയും വാതോരാതെ പ്രശംസിച്ച് സമൂഹത്തിന്റെ ശ്രദ്ധ നേടി. ആ സംസാര വൈഭവം അദ്ദേഹം അതിനുവേണ്ടി ഉപയോഗിച്ചു. സംസാരിച്ച് അത്യാവശ്യം ബ്രെയിൻ വാഷ്ഡ് ആയി എന്ന് തോന്നിയപ്പോൾ തൻ്റെ മനസ്സിലുള്ള അജണ്ട അദ്ദേഹം പുറത്തെടുത്തു. ഇങ്ങനെയൊക്കെയുള്ള പ്രവാചകൻ, ആ പ്രവാചക കുടുംബം, ആ പ്രവാചകന്റെ കരളിന്റെ കഷ്ണമെന്ന് പ്രവാചകൻ വിശേഷിപ്പിച്ച ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ച അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു യഥാർത്ഥത്തിൽ ഒന്നാമത്തെ ഖലീഫയാകേണ്ടത്. ഈ മൂന്ന് പേർ ആ സ്ഥാനം കൈയടക്കി. മഹാനായ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നു ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹും ഈ മൂന്ന് പേർക്കെതിരെയാണ് ആരോപണം ഉന്നയിച്ചത് അവർ ഇത് കൈയടക്കിയതാണ് എന്ന്. പക്ഷേ അദ്ദേഹം വിചാരിച്ചത്, പ്ലാൻ ചെയ്തത് സംഭവിച്ചില്ല. തൻ്റെ പ്രസംഗം കൊണ്ടും ഇതുവരെയുള്ള തൻ്റെ അവതരണം കൊണ്ടും ഈ കാര്യം ജനങ്ങൾ അംഗീകരിക്കുമെന്നായിരിക്കാം അദ്ദേഹം വിചാരിച്ചത്. പക്ഷേ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഖത്താബിന്റെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹും അവർ ഖിലാഫത്ത് ഏറ്റെടുത്ത രംഗങ്ങൾ അറിയുന്ന, അവരുടെ ജീവിതം കണ്ട സ്വഹാബത്ത് അത് അംഗീകരിച്ചില്ല. അദ്ദേഹത്തിന് മനസ്സിലായി ഇത് സാധാരണ കൂട്ടരല്ല, ഇവരോട് എൻ്റെ അജണ്ട അങ്ങനെ നടപ്പാവില്ല. കൊടും ക്രൂരത അദ്ദേഹം പുറത്തെടുത്തു. കളവ് പറയാത്ത കാലഘട്ടത്തിൽ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് പറഞ്ഞു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒന്ന് ശ്രദ്ധിക്കും. കാരണം ഹബീബല്ലേ പറയുന്നത്, ലികുല്ലി നബിയ്യിൻ വസിയ്യ്, എല്ലാ നബിമാർക്കും ഒരു വസിയുണ്ട്, എൻ്റെ വസിയ് അലിയാരാകുന്നു. അങ്ങനെ പ്രവാചകൻ പറഞ്ഞു എങ്കിൽ വസ്വാസ് വന്നു, ആശയക്കുഴപ്പം വന്നു. അങ്ങനെ മുസ്ലിം സമൂഹത്തിൽ കളവ് പറഞ്ഞുകൊണ്ട് ഭിന്നിപ്പുണ്ടാക്കി. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലമെത്തിയപ്പോൾ, ഉസ്മാൻ അഫ്ഫാന്റെ വഫാത്തിന് ശേഷം, അപ്പോൾ അദ്ദേഹം തുള്ളിച്ചാടിക്കൊണ്ട് പറഞ്ഞു, അലിയാർ അള്ളാഹുവിന്റെ അംശമാണ്, അള്ളാഹുവിന്റെ ഭാഗമാണ് എന്നൊക്കെ പറഞ്ഞു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി വിധിച്ചു. ജനങ്ങളോട് പറഞ്ഞു, കൊല്ലണ്ട, നാട് കടത്തിയാൽ മതി. നാട് കടത്തിയ സന്ദർഭം പറഞ്ഞു, കണ്ടോ, അലിയാർ എന്ന് പറഞ്ഞാൽ ഒരാളെ ജീവിപ്പിക്കാനും കഴിയും, ഒരാളെ കൊല്ലാനും കഴിയും എന്ന് അദ്ദേഹം ജീവിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് വീണത് വിധിയാക്കി. അങ്ങനെ അദ്ദേഹം നാട് കടത്തപ്പെട്ട സ്ഥലത്ത് വെച്ചുണ്ടാക്കിയ കക്ഷിയുടെ പേരാണ് ഷീഅത്തു അലി. അതാണ് ഷിയായിസം എന്നറിയപ്പെടുന്നത്. അലിയുടെ കക്ഷി ഉണ്ടാക്കിയ ആളെ കൊല്ലാൻ വിധിച്ച ആളെ പേരിൽ ആ കക്ഷി വന്നത്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇതുമായി യാതൊരു ബന്ധവുമില്ല. ആ ഷിയാക്കൾ അത് ജൂത സൃഷ്ടിയാണ്. ജൂതന്മാർക്ക് ഇസ്ലാമിനെ നേരിട്ട് നശിപ്പിക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ട് ഇസ്ലാമിന്റെ വേഷമണിഞ്ഞ ജൂതായിസമാണത്. പെട്ടെന്ന് മനസ്സിലാകാൻ 1972 എന്ന് നാം ഉറച്ചു ഓർക്കുന്നു.
അമേരിക്കയോ ഇസ്രായേലോ കടന്നു വരാൻ ഭയപ്പെടുന്ന ഹറമിൽ രക്തം ചിന്തി ഷിയാക്കൾ. ഹറമിൽ രക്തം ചിന്തി. എങ്ങനെയായിരുന്നു അത്? മയ്യത്ത് തട്ടിൽ കൊണ്ടുവരുന്നു. ആളുകൾ വിചാരിച്ചു മയ്യത്താണെന്ന്. താഴെ വെച്ചപ്പോൾ AK-47. അവിടെ കൂടിയ ആളുകളെ നിറയൊഴിച്ചു. സൗദി പോലീസിന്റെ പക്വമായ ഇടപെടൽ കൊണ്ട് ഏതാനും സമയം കൊണ്ട് രക്തപങ്കിലമായ അവസ്ഥയിൽ നിന്നും ഹറമിനെ സുരക്ഷിതമാക്കാൻ സൗദി പോലീസിന് സാധിച്ചു. അപ്പോൾ ഹറമിൽ രക്തം ചിന്തിയവരാണ് ഷിയാക്കൾ. ആ ഷിയായിസം അത് മുസ്ലിം സമൂഹത്തിലേക്ക് അതിൻ്റെ വേരുകൾ കൊണ്ടുവരാൻ ആസൂത്രിതമായ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ഒരു മുഖാമുഖത്തിലെ അവതരണം വളരെ ചുരുക്കണമെന്നതുകൊണ്ട് 2-3 പോയിന്റ്സ് മാത്രം. ഒന്ന്, ഷിയാക്കൾക്കൊരു ഗ്രന്ഥമുണ്ട്, എഴുതി വെക്കുന്ന ഒരു കുഴപ്പവുമില്ല, അൽ കാഫി. ബുഹാരിയെ മുസ്ലിമീങ്ങൾ എത്ര ബഹുമാനത്തോടെയും സ്ഥാനത്തോടെയും കാണുന്നുവോ അതുപോലെ ഷിയാക്കൾ കാണുന്ന ഒരു ഗ്രന്ഥമാണ് അൽ കാഫി, അവരുടെ ആധികാരികമായ ഗ്രന്ഥം. അൽ കാഫി എന്ന ഷിയാക്കളുടെ ഗ്രന്ഥത്തിൽ പറയുന്നു, വിശുദ്ധ ഖുർആനിൽ 17,000 ആയത്തുകളുണ്ട്. ജൂതന്മാരല്ലാതെ ആര് വിശ്വസിക്കാൻ? ഖുർആനിൽ 17,000 ആയത്തുകൾ ഉണ്ട് എന്ന് എഴുതി വെച്ചവരാണവർ. ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണം അടുത്തത് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണല്ലോ. നേരത്തെ പറഞ്ഞ ഖുർആനുമായി ബന്ധപ്പെട്ടെടുത്ത് തന്നെ പച്ച മലയാളത്തിൽ നമുക്കൊരു പുസ്തകം വായിക്കാൻ കിട്ടും. എന്ത് ചെയ്യണം, എവിടെ തുടങ്ങണം, എവിടെ തുടങ്ങണം, എന്ത് ചെയ്യണം എന്ന മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഡോക്ടർ അലി ശരീഅത്തിയുടെ പുസ്തകത്തിൽ നമുക്ക് കാണാം ഏത് ഖുർആനിലേക്ക് മടക്കണം, ഏത് ഖുർആനിലേക്ക് മടങ്ങണം. എന്നിട്ട് പറയുന്നു, ഉസ്മാന്റെ കൊട്ടാരത്തിൽ ഉപയോഗിച്ച റളിയല്ലാഹു അൻഹു എന്ന് ബ്രാക്കറ്റിൽ ഇല്ല, ഉസ്മാന്റെ കൊട്ടാരത്തിൽ ഉപയോഗിച്ച ഖുർആനിലേക്കോ അലി റളിയല്ലാഹു അൻഹു എന്ന ആ കൊച്ചു കുടിലിൽ താമസിച്ച അലിയാരുടെ ഖുർആനിലേക്കോ. ഖുർആൻ ഈ രണ്ടുപേരും 2 രൂപത്തിൽ മനസ്സിലാക്കി എന്ന പച്ച ജൂദായിസം ഇന്ന് മലയാളക്കരയിൽ എനിക്കും നിങ്ങൾക്കും വായിക്കാൻ കിട്ടും. ഖുർആനിനെ ഈ 2 സ്വഹാബികൾ അതിന് പടച്ചോൻ മറുപടി പറഞ്ഞിട്ടുണ്ട്, റളിയല്ലാഹു അൻഹും വറളുവാൻ. അവർ 2 പേരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യം ചൊരിഞ്ഞിട്ട് തിരിച്ചവരും അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. ഫിൽ ജന്ന എന്ന് 2 പേരെ കുറിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഖുർആൻ. രണ്ടാമത്തത് ഹദീസ്. രക്തസാക്ഷ്യം എന്നൊരു പുസ്തകം നമുക്ക് വായിക്കാൻ കിട്ടും മലയാളത്തിൽ. ഡോക്ടർ അലി ശരീഅത്തിയുടെ ആ പുസ്തകത്തിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കള്ളനാണ്, അദ്ദേഹം പ്രവാചകന്റെ പേരിൽ കളവ് പറഞ്ഞ ആളാണെന്ന് സമർത്ഥിക്കുകയാണ്. ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് നേരെ ആക്രമിച്ചു മലയാള പുസ്തകങ്ങൾ പറഞ്ഞു. അതേ പുസ്തകത്തിൽ ഖുർആനിനെയും ഹദീസിനെയും മനസ്സിലാക്കേണ്ടത് അതിന്റെ പ്രഥമ സംബോധിതരായ സ്വഹാബത്ത് എങ്ങനെ മനസ്സിലാക്കി. ആ സ്വഹാബാക്കളെ കുറിച്ച് രക്തസാക്ഷ്യം എന്ന പുസ്തകത്തിൽ പറഞ്ഞത് ദുഷ്ടന്മാർ, യുദ്ധരംഗത്തിന് പിന്തിരിഞ്ഞോടിയ ദുഷ്ടന്മാരാണ് തരക്കാർ എന്നാണ് സ്വഹാബാക്കളെ കുറിച്ച് രക്തസാക്ഷ്യം എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഖുർആനിനെ, പ്രവാചക ചര്യയെ, അത് മനസ്സിലാക്കേണ്ട രീതിശാസ്ത്രത്തെ, ഇത് മൂന്നിനെയും, ഈ 3 വശങ്ങളെയും ഈ ആളുകൾ തള്ളിക്കളയുന്നു. അതാണ് ഷിയായിസത്തിന്റെ ബേസ്. ഷിയായിസം ഇവിടെ ചെയ്യുന്നത് 2 ദൗത്യമാണ്. ഒന്ന്, മുസ്ലിങ്ങളുടെ വിശ്വാസത്തെ തകർക്കുക. ഖബർ പൂജ എടുത്താൽ അതിന്റെ വേര് അങ്ങോട്ട് പോകും, നബിദിനം എടുത്താൽ അതിന്റെ വേര് അങ്ങോട്ട് പോകും, ശകുനം നോക്കലെടുത്താൽ അതിന്റെ വേര് മുഴുവൻ ഷിയായിസത്തിലേക്ക് അഥവാ ജൂദായിസത്തിലേക്ക് പോകും. മറുഭാഗത്ത് മുസ്ലിങ്ങളുടെ ദഅവത്ത് നടത്താനുള്ള ക്രയശേഷിയെ നശിപ്പിച്ചു കളയണം. അതിനുവേണ്ടി അവരെ പൊളിറ്റിക്സിലേക്ക് തിരിച്ചു വെക്കും. ഭരണം വേണം, നമുക്ക് ഭരണം വേണം, എന്നാലേ ഇസ്ലാം പൂർണ്ണമാവുകയുള്ളൂ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ പൂർണ്ണമാകണമെങ്കിൽ ഭരണവും കൂടി കിട്ടണം എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ആയില്ല അതിന്റെ അർത്ഥം. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായ കാര്യം നമുക്ക് പഠിപ്പിക്കുന്നു. 53-ാം അധ്യായം സൂറത്ത് നജ്മിലെ 37-ാമത്തെ ആയത്തിൽ വ ഇബ്രാഹീം അല്ലദീ വഫാ, കടമകൾ പൂർത്തിയാക്കിയ ഇബ്രാഹിം പൂർണ്ണ മുസ്ലിം. ഇസ്ലാമിക ഭരണം സ്ഥാപിച്ചോ? ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിലാണോ ജീവിച്ചതും മരിച്ചതും ദഅവത്ത് നടത്തിയതും? അല്ല. എന്നിട്ടും പൂർണ്ണ മുസ്ലിം. അതിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഷിയാക്കളുടെ ദുർവ്യാഖ്യാനം നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ മതരാഷ്ട്രവാദവും തീവ്രവാദവും എല്ലാം ജിഹാദിനെയും അഥവാ ഇസ്ലാമിന്റെ സാങ്കേതിക പദങ്ങളെയും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള രൂപമാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കണം. ഇനി എൻ്റെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കാൻ, ഒരു സംഘടനയുടെയും പേര് പറയാൻ നമുക്ക് ഇഷ്ടമേ അല്ല, പക്ഷെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം, ഈ രക്തസാക്ഷ്യം എന്ന പുസ്തകം കേരളത്തിൽ എങ്ങനെ എത്തി? അതെങ്ങനെ കേരളക്കാർക്ക് വായിക്കാൻ കിട്ടി? ഇസ്ലാമിക് ഫൗണ്ടേഷൻ പ്രസ് അരീക്കോട്, നിരോധിത സംഘടനയായ സിമി, ആ സിമിയുടെ പ്രസിദ്ധീകരണാലയമാണ് കേരളത്തിൽ യുവാക്കളെ ആവേശം കൊള്ളിക്കാൻ,
സ്വഹാബത്തിനെ ദുഷ്ടന്മാരെന്ന് വിളിച്ച ആ പുസ്തകം രക്തത്തിളപ്പുള്ള യുവാക്കളിലേക്ക് എത്തിച്ചു കൊടുത്തത് അവരാണ്. ഇനി ഒന്നുകൂടി 2005 ഡിസംബർ 1 മുതൽ 15 വരെ ഉള്ള ലക്കം തേജസ് ദ്വൈവാരിക പറയുന്നു, ആ സിമിയുടെ പിന്തുടർച്ചയാണ് NDF. നോക്കൂ, വളരെ കൃത്യമാണ് റൂട്ട്. ഈ റൂട്ട് അവസാനം ഈ രണ്ട് സംഘടനകളുടെ പേര് പറഞ്ഞത് അവരോടുള്ള അതിരറ്റ സ്നേഹം കൊണ്ടാണ്. കാരണം അതിൽ പെട്ടുപോയവർക്ക് പോലും അറിയില്ല ഇതിന്റെ റൂട്ട് എങ്ങോട്ടാണെന്ന്. കാരണം തേജസ്സിലും പ്രബോധനത്തിലുമൊക്കെ ഇടക്കിടക്ക് ഒരു ഫോട്ടോ വരും. ആരുടെ ഫോട്ടോ? ഖുമൈനിയുടെ ഫോട്ടോ. എന്നിട്ട് കൊടുക്കും ആയത്തുള്ള റൂഹുല്ല ഖുമൈനി. ആയത്തുള്ളെന്നും റൂഹുല്ല എന്നും അഹ്ലുസുന്നത്തിൽ വിശ്വസിക്കുന്നവർക്ക് പറയാൻ പറ്റില്ല. എന്തേ അബൂബക്കർ സിദ്ദീഖിന്റെ പിന്നിൽ ആയത്തുള്ളയും റൂഹുല്ലയും ചേർക്കാത്തത്? ഉമർ ഖത്താബിനിൽ ചേർക്കാത്തത്? അതെ, അത് ഷിയായിസത്തിന്റെ ഭാഗമാണ്. 3 ഖലീഫമാർ മുർത്തദ്ദുകളാണ് വിശ്വസിക്കുന്ന, മതത്തുനിന്ന് പുറത്താന്ന് വിശ്വസിക്കുന്ന ഖുമൈനി എങ്ങനെ ഇസ്ലാമിന്റെ നേതാവാകും? ഖുമൈനിയുടെ ജാറത്തിലെ പൂജാരിക്ക് ശമ്പളം കൊടുക്കുന്നത് ഇറാൻ ഗവൺമെന്റാണ്. ഈ മർമ്മത്തിൽ നിന്നുകൊണ്ട് കൂടുതൽ പഠിക്കാൻ പ്രബുദ്ധരായ, നെറ്റ് വ്യാപകമായി ഉപയോഗിക്കുന്ന എൻ്റെ വിദ്യാർത്ഥികൾക്ക് സാധിക്കുമെന്നതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. പദപ്രയോഗമാണ്, അതല്ലെങ്കിൽ ഒരു ഇഷ്യൂ ആണ് ഗർവാപ്പസി. മതപരിവർത്തനം അത് പ്രലോഭനവും പ്രകോപനവും മൂലമാകാമോ, അതല്ലെങ്കിൽ അതിന് സ്വാതന്ത്ര്യമുണ്ട്. സ്വമതത്തിലേക്ക് തിരിച്ചു വരണമെങ്ങനെ പലതരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ട ഗർവാഭ്യസി. യഥാർത്ഥത്തിൽ ഒരു യഥാർത്ഥ മുസ്ലിം പ്രബോധകൻ സമൂഹത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ ഏത് തരത്തിൽ അതിനെ സമീപിക്കണമെന്ന് വളരെ ചുരുങ്ങിയ സമയത്തിൽ നമ്മെ ബോധവൽക്കരിക്കുന്നത് ബഹുമാന്യ പണ്ഡിതൻ അബ്ദുൽ ജബ്ബാർ അബ്ദുല്ല അൽ മദീനി. അസ്സലാമു അലൈക്കും. ഇവിടെ ദേശീയ തലത്തിൽ ഒരു വിഷയം ഏറെ ഇഷ്യൂ ആയത് നമ്മൾ ശ്രവിച്ചു. ഏതൊരു വിഷയങ്ങളും അതിനെ നമ്മളൊരു പക്ഷവായന നടത്തേണ്ടത് വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനങ്ങളുടെയും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യകളുടെയും വെളിച്ചത്തിലാവണം. അപ്പോഴാണ് നമുക്ക് ആ വിഷയത്തിൽ കൃത്യതയും ഒരു ഉൾക്കാഴ്ചയും ലഭിക്കുക. സത്യവും അസത്യവും അതിൻ്റെ തുടക്കം മുതൽ അത് സംഘട്ടനത്തിലാണ്, അത് തുടരും. വിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ഇപ്പോൾ വദ്ദു ലൗ തക്ഫുറൂന കമാ കഫറു, അവിശ്വാസികളെക്കുറിച്ച് അള്ളാഹു പറയുകയാണ്, വദ്ദു അവർ ആഗ്രഹിക്കുന്നു, ലൗ തക്ഫുറൂൻ കമാ കഫറു, അവർ അവിശ്വസിച്ചതുപോലെ നിങ്ങളും അവിശ്വസിച്ചുവെങ്കിൽ. അപ്പോൾ അവർക്ക് അവിശ്വാസമാണുള്ളത്, ആ അവിശ്വാസം നിങ്ങൾക്ക് കൂടി ആയെങ്കിൽ എന്നവരാഗ്രഹിക്കും. ഇത് അള്ളാഹു പറയാണ്. ഇതേപോലെ വലൻ തർദ അൻകൽ യഹൂദു വന്നസാറ ഹത്താ തത്തബിഅ മില്ലതഹും, യഹൂദ ക്രൈസ്തവർ നിങ്ങളെ തൊട്ട് തൃപ്തിപ്പെടുകയില്ല അവരുടെ ആദർശത്തെ നിങ്ങൾ അനുധാവനം ചെയ്യുന്നത് വരെ. അപ്പോൾ യഹൂദ ക്രൈസ്തവരുടെ ആദർശങ്ങളെ നിങ്ങൾ അനുധാവനം ചെയ്യുന്നത് വരെ നിങ്ങളെ തൊട്ട് അവർ തൃപ്തി അടയുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ ആ മനസ്സിൻ്റെ ഇംഗിതം അത് പൂർത്തീകരിക്കപ്പെടുന്നതിന് വേണ്ടി, സഫലമാകുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കും. യുരീദൂൻ ലിയുത്ഫിഉ നൂറല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രകാശം ഊതിക്കെടുത്തുവാൻ അവർ ഉദ്ദേശിക്കുന്നു എന്ന് അവരെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു. ആരായി അവർ? ഇസ്ലാമിൻ്റെ ശത്രുക്കളാണ്. ഇത് നടമാടിക്കൊണ്ടിരിക്കും, പുലർന്നുകൊണ്ടിരിക്കും. ഈ ഉലകത്തിൽ അതിൻ്റെ പല പ്രകടനങ്ങൾ, പല പേരുകളിൽ, പല ചെയ്തികളിൽ നടന്നുകൊണ്ടിരിക്കും. പക്ഷെ ഒരു മുസൽമാൻ ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നടക്കുമെന്ന് അറിയിച്ച വിഷയം
അതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക, അതിനോട് എങ്ങനെയാണ് അവൻ്റെ സമീപനങ്ങളും വീക്ഷണങ്ങളും അവന് വെച്ച് പുലർത്തുക. ഒരു ഉദാഹരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ ഇവിടെയുണ്ടായിരുന്ന, മക്കയിലുണ്ടായിരുന്ന ബഹുദൈവ വിശ്വാസികളായ ആളുകൾ, അവരോട് മുഖാമുഖം ഇരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീന ഹിജ്റയുടെയൊക്കെ പിന്നില, അതിനുശേഷമാണ്. എന്താ സംഭവം? 1400 പേർ മുസ്ലിമീങ്ങളെയും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഉംറക്ക് പുറപ്പെട്ടു. മദീനയിൽ നിന്ന് മക്കയിലേക്ക് പുറപ്പെട്ടു. അന്ന് മക്ക റിപ്പബ്ലിക് ആയിട്ടില്ല. മക്കയുടെ നേതൃത്വവും നടത്തിപ്പൊക്കെ മുശ്രിക്കുകളാണ്, പ്രവാചകന്റെ ശത്രുക്കളാണ്. 1400 പേരെയും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയോടടുത്തപ്പോൾ മക്കക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കയോടടുത്ത്, ഇന്ന് ഷുമൈസി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലം, ഹുദൈബിയ എന്ന് ചരിത്രത്തിൽ പറയപ്പെടുന്ന സ്ഥലം, അവിടെ വെച്ച് തടഞ്ഞു. അവർ ഒരിക്കലും പ്രവാചകനെയും ഈ 1400 പേരെയും മക്കയിൽ പ്രവേശിക്കാൻ കൂട്ടാക്കുന്നില്ല. മക്ക പ്രവാചകന്റെ നാടാണ്. അവിടെ വിശുദ്ധ കഅബയാണ്. ആരാധനാ കർമ്മം ആ കഅബയ്ക്ക് ചുറ്റും നിർവഹിക്കുവാൻ അറേബ്യൻ ഉപദ്വീപിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഗോത്രങ്ങൾ വരുന്നുണ്ട്, പതിവാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മുസ്ലിമീങ്ങളും വന്നപ്പോൾ അവർ തടഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ദൂതന്മാരെ പലരെയും പറഞ്ഞയച്ചു, ഒരു നീക്കുപോക്കിന് വേണ്ടി, സന്ധിക്ക് വേണ്ടി. അവർ ഒരു രൂക്ഷത ഉദ്ദേശിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു രൂക്ഷത ഉദ്ദേശിക്കുന്നില്ല. അവരുടെ അവിവേകം തിരുനബി തൻ്റെ തികഞ്ഞ വിവേകത്തിലാണ് കൈകാര്യം ചെയ്യുന്നത്. അവസാനം അതാണ് മക്കക്കാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഒരു കരാറിൽ ഒതുങ്ങുന്നത്. മക്കയിൽ നിന്ന് അവരുടെ ഒരു പ്രതിനിധിയായി സുഹൈൽ ഇബ്നു അംർ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അടുത്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സഹാബികളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകോപനപ്പെടുത്തുന്ന രീതിയിലുള്ള, മുസ്ലിമീങ്ങളെ വികാരപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവൃത്തികളും അതേപോലെ തന്നെ വാക്കുകളുമാണ് അവിടെ നിന്ന് വരുന്നത്. എത്രമാത്രം സുഹൈലിനോടടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താടിയിൽ വരെ തോണ്ടിയാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ മുസ്ലിമീങ്ങളിൽ ചിലർക്ക് സഹികെട്ട് അവർ ഈ താടിയിൽ തോണ്ടുന്നവൻ്റെ കൈ അടിക്കുന്നുണ്ട്, കൈ മാറ്റുന്നുണ്ട്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തീർത്തും ക്ഷമാലുവാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഒരു വിഷയം മാത്രമല്ല കൈകാര്യം ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിൻ്റെ മാതൃകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ചെയ്തിയിൽ അവിടെയുള്ളവർക്ക് മാത്രമല്ല മാതൃക, പിൽക്കാലത്ത് ജീവിക്കുന്നവർക്കൊക്കെ മാതൃകയാണ്. അതുകൊണ്ട് പിൽക്കാലങ്ങളിൽ ജീവിക്കുന്നവരും എങ്ങനെ പ്രശ്നങ്ങളെ പ്രതിനിധീകരിക്കണം, അഭിമുഖീകരിക്കണം എന്നുള്ളത് പഠിപ്പിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഇരിക്കുന്നത്. അങ്ങനെ അവർക്ക് വേണ്ടി സുഹൈൽ പറഞ്ഞ് എഴുതുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി അലി എഴുതുക. അപ്പോൾ എഴുതുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതാൻ പറഞ്ഞു. കാരണം ഒരു ഉടമ്പടി എഴുതാണ്. അപ്പോൾ അതിൻ്റെ തലവാചകം പരമകാരുണികനും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിലാവട്ടെ എന്ന് പറഞ്ഞാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതി കൊടുത്തത്. അത് അലിയാർ എഴുതി. അപ്പോൾ സുഹൈൽ ഇടപെട്ടു, അവൻ മുശ്രിക്. ബിസ്മിക അല്ലാഹുമ്മ, അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്ന് എഴുതിക്കോ, അർ റഹ്മാൻ അർ റഹീം അത് ഞങ്ങൾക്കറിയില്ല, അത് മായ്ക്കാൻ പറഞ്ഞു, എഴുതാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ അലിയാരോട് റസൂൽ അത് മായ്ക്കാൻ പറഞ്ഞു. സ്വാഭാവികമായിട്ടും അലി, അദ്ദേഹം ഒരു മുസൽമാൻ, അദ്ദേഹത്തിനൊരു വിഷമം ഉണ്ടാകും. അപ്പോൾ അത് മായ്ക്കാൻ അദ്ദേഹം കൂട്ടാക്കണില്ല. അപ്പോൾ ആ ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മായ്ച്ചു, അർ റഹ്മാനുർ റഹീം. അടുത്തത് ആരാ കരാർ? ആര് തമ്മിലാ കരാർ? മക്കക്കാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പം മുഹമ്മദും റസൂലുള്ളയും
മക്കക്കാരും തമ്മിലുള്ള കരാർ എന്നാണ് അടുത്ത വരി എഴുതേണ്ടത്. അപ്പോൾ അത് അലിയാരോട് എഴുതാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്ത്. അപ്പം മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പറഞ്ഞപ്പോൾ സുഹൈൽ ഇടപെട്ട്, ആ മുസ്ലിം ഇടപെട്ട്. എന്നിട്ട് പറഞ്ഞ് മുഹമ്മദ് ഇബ്നു അബ്ദില്ല, അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് എന്ന് എഴുതിക്കോ, റസൂലുള്ള അത് ഞങ്ങൾ സമ്മതിക്കൂല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇത് എഴുതാതിരിക്കേണ്ട കാര്യമല്ലല്ലോ. നീ അള്ളാഹിൻ്റെ റസൂലാണ് എന്ന് സമ്മതിച്ചാൽ പിന്നെ ഞങ്ങൾ എന്തിനത് എഴുതണേ? അത് മായ്ക്കാൻ പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം കരം കൊണ്ട് തന്നെ അത് മായ്ച്ചത്. അതൊക്കെ അള്ളാഹുവിൻ്റെ വഹയി കൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ വിഷയത്തിലിറങ്ങിയ സൂറത്തുൽ ഫതഹിൽ നമ്മളൊരു ആയത്ത് വായിക്കുന്നുണ്ട്, മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തികഞ്ഞ അവധാനതയിൽ ഇസ്ലാമിൻ്റെ നന്മയ്ക്ക് വേണ്ടി, മുസ്ലിമീങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി തനിക്ക് സ്വാർത്ഥമായ ഒന്നാണ് റസൂലുള്ളാഹി എന്നുള്ള വിഷയം. റസൂലുള്ളാഹിക്ക് സ്വാർത്ഥമായ ഒന്നാണ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്നുള്ളത്. തൻ്റെ സ്വാർത്ഥതയെ ബലി കഴിച്ച് സ്വന്തം കൈകൊണ്ടും റസൂലുള്ളാഹി എന്നുള്ളത് മായിച്ച് ഇസ്ലാമിൻ്റെ യശസ് ഉയർത്തി മുസ്ലിമീങ്ങളെ സംരക്ഷിച്ച ആ റസൂലുള്ളാഹിയെ അള്ളാഹു അംഗീകരിച്ചിട്ടാണ് ഖിയാമത്ത് നാൾ വരെ നമ്മൾ പാരായണം ചെയ്യാൻ മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ റുഹമാഉ ബൈനഹും എന്ന ആയത്തിറക്കിയത് അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ അതും സമ്മതിച്ച് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ളടത്ത് റസൂലുള്ളാഹി മായച്ച്. എന്നിട്ട് മുഹമ്മദ് ബിൻ അബ്ദുല്ലയും മക്കക്കാരും തമ്മിൽ എഴുതുന്ന കരാർ എന്ന് പറഞ്ഞ് എഴുതി. ഓരോ ഉടമ്പടികളും ഇപ്രകാരം അത് പ്രത്യക്ഷത്തിൽ മുസ്ലിമീങ്ങൾക്ക് എതിരായി തോന്നുന്ന, മുസ്ലിമീങ്ങൾക്ക് നഷ്ടമായി തോന്നുന്ന രീതിയിലായിരുന്നു ആ ഉടമ്പടി. പക്ഷേ തികഞ്ഞ അവധാനതയിൽ അവർ വികാരം ഇളക്കിയപ്പോൾ, അവിവേകത്തെ വളർത്തുവാൻ ശ്രമിച്ചപ്പോൾ, പ്രവൃത്തിയിലൂടെ, വാക്കിലൂടെ, എഴുത്തിലൂടെ ശ്രമിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവധാനതയിൽ, വിവേകത്തിൽ നേരിട്ട്. എത്രമാത്രം സുഹൈൽ ബിൻ അംറാണ് അവർക്ക് വേണ്ടിയിട്ട് ഇത് എഴുതുന്നത്. ആ സമയത്താണ് എഴുതിയത് എന്ത്? മക്കയിൽ ഒരവിശ്വാസി ഇസ്ലാം സ്വീകരിച്ച് മദീനയിൽ പോവുകയാണെങ്കിൽ അയാളെ തിരിച്ചുവിടണം, മക്കയിലേക്ക് തിരിച്ചു കൊണ്ടിരിക്കണം, കുടുംബക്കാർക്ക്, ആ മുസ്ലിം ഫാമിലിക്ക് തിരിച്ചു കൊടുക്കണം. എന്നാൽ മദീനയിൽ നിന്നൊരാൾ മക്കയിലേക്ക് വരികയാണ് എങ്കിൽ മുസ്ലിം ഫാമിലിക്ക് ആ വ്യക്തിയെ തിരിച്ചു കൊടുക്കില്ല. അത് എഴുതുകയാണ്, അതെഴുതി. അപ്പോഴാണ് ഈ സുഹൈൽ ബിൻ അംറിൻ്റെ മകൻ അബൂജന്തൽ വരുന്നത്. കരാർ എഴുതിയിട്ട് ഒപ്പിട്ടിട്ടില്ല, എഴുതി വരുന്നേ ഉള്ളൂ. പക്ഷേ ഈ ഒരു വിഷയം എഴുതി, നോട്ട് ചെയ്ത്. അപ്പോൾ അബൂജന്തൽ വരികയാണ്, മകൻ വരികയാണ്. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ചങ്ങലക്കിട്ടിരുന്നു. ആ ചങ്ങലയിൽ ചാടിയാണ് മക്കയിൽ നിന്ന് 22 കിലോമീറ്റർ ദൂരെയുള്ള ഹുദൈബിയയിൽ ആരെത്തുന്നത്? അബൂജന്തൽ എത്തുന്നത്. സുഹൈൽ എഴുത്തുപോലെ അവിടെ വെച്ച് എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞത് ഇതാ, ഇസ്ലാം സ്വീകരിച്ച് മുഹമ്മദ് നബിയുടെ അടുക്കൽ വരുന്നവരെ തിരിച്ചു കൊടുക്കണം എന്നാണ് നമ്മൾ എഴുതിയത്. ആദ്യം എനിക്ക് വേണ്ടത് എൻ്റെ മകൻ ഇവനെയാണ്. ഇപ്പം പറഞ്ഞതുപോലെ ഗർ വാപ്പസി, തിരിച്ചുവിടാൻ പറയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അദ്ദേഹം വിളിച്ചു കൂവുകയാണ്, ഞാൻ അവരുടെ പീഡനത്തിന് ഇരയാണ് മക്കയിൽ, നിങ്ങൾ എന്നെ തിരിച്ചയക്കല്ലേയും എന്ന് അബൂജന്തൽ കേഴിയാണ് മുസ്ലിമീങ്ങളോട്. മുസ്ലിമീങ്ങൾ എല്ലാവരും വികാരഭരിതരായി. പക്ഷേ അവധാനതയിൽ, സാവകാശത്തിൽ, ക്ഷമയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്ലിമീങ്ങളെ അടക്കി അബൂജന്തലിനോട് പറഞ്ഞു, അബൂജന്തൽ ക്ഷമിക്കൂ, ഇത്ര കാലം ക്ഷമിച്ചു, നിങ്ങൾക്ക് അല്ലാഹു വിശാലതയും വിജയവും നേരാനിരിക്കുന്നു എന്ന് പറഞ്ഞാണ് അബൂജന്തലിനെ തിരിച്ചയച്ചത്. ഉടമ്പടി കഴിഞ്ഞ് ആ ഉടമ്പടിയിൽ ഒപ്പിട്ട് അതിൻ്റെ മഷി ഉണങ്ങുന്നതിന് മുമ്പ് വിശുദ്ധ ഖുർആൻ്റെ ആയത്തിറങ്ങി, ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന, പ്രവാചകരെ നിങ്ങൾക്ക് സുവ്യക്തമായ ഒരു വിജയമാണ് നാം നൽകിയിരിക്കുന്നത്. ഇത് വിജയമാണ്, ഇത് രക്ഷയാണ്, ഇത് ഇസ്ലാമിനൊരു നല്ല ഭാവിയും നല്ല നാളെയുമാണ് എന്നുള്ളതാണ് നമ്മൾ ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന് വായിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ അമുസ്ലിമീങ്ങളുമായി പെരുമാറി, അവരുമായി ഇടപെട്ടു, അവരോടുള്ള വർത്തനം നന്നാക്കി, അവിവേക പെരുമാറ്റങ്ങളെപ്പോലും അവധാനതയിൽ, വിവേകത്തിൽ കൈകാര്യം ചെയ്തു. അത് മുസ്ലിമീങ്ങൾ പ്രവാചക ചരിത്രത്തിൽ നിന്ന് ഓതി പഠിക്കാതെ ഒരു രക്ഷയില്ല.
ഈ വികാരജീവികളുടെ വികാരവർത്തമാനങ്ങളും തീവ്ര പ്രസംഗങ്ങളും നമ്മൾ ശരിക്ക് സൂക്ഷിക്കണം. നമ്മുടെ തറവാട് അതാണ് വിശുദ്ധ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതാധ്യാപനങ്ങൾ. അതിൽ നിന്ന് നമ്മൾ ആശയങ്ങളെ ഉൾക്കൊണ്ട്, ആദർശങ്ങൾ ഉൾക്കൊണ്ട് എല്ലാ വിഷയങ്ങളെയും കൈകാര്യം ചെയ്താൽ എല്ലാം നമുക്ക് അനുഗ്രഹീതാണ്. പ്രശ്നങ്ങൾ, പരീക്ഷണങ്ങൾ അതെല്ലാം നമുക്ക് വിജയമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആ വിഷയത്തിൽ കാര്യമാണ് ഉണർത്താനുള്ളത്. ജസാക്കുമുല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും. പ്രാമാണികമായ വിശദീകരണത്തോടൊപ്പം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വിഷയത്തിൽ ഇസ്ലാമിൻ്റെ നിലപാട് കൃത്യമായി ഇവിടെ വിശദീകരിച്ചു. പ്രകോപനത്തിലൂടെയോ പ്രലോഭനത്തിലൂടെയുള്ള മതപരിവർത്തനം ഇസ്ലാം അംഗീകരിക്കുന്നേയില്ല. അതോടൊപ്പം നിർബന്ധിച്ച് ഒരാളെ മതപരിവർത്തനത്തിന് വിധേയമാക്കുന്നത് പരിശുദ്ധ ഇസ്ലാമിനെതിരാണ്. ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ നിർബന്ധമില്ല. ഇന്നിവിടെ ചോദ്യമായി വന്ന വിഷയം യഥാർത്ഥത്തിൽ അത് മനുഷ്യ പ്രകൃതിയോടുള്ള യുദ്ധമാണ്. ഒരു മനസ്സിൻ്റെ തീരുമാനം, ഒരാൾക്ക് ക്രിസ്തു മതമാണ് ശരിയാണെന്ന് തോന്നിയാൽ അയാൾക്ക് ക്രിസ്ത്യാനിയാകുവാനുള്ള അയാളുടെ സ്വാതന്ത്ര്യം, ഇന്ത്യൻ ഭരണഘടന വകവച്ചു കൊടുക്കുന്ന സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റം. ഒരാൾക്ക് ഇസ്ലാം മതമാണ് ശരിയെന്ന് തോന്നിയാൽ, ഹൈന്ദവതയാണ് ശരിയെന്ന് തോന്നിയാൽ, ഒരു ദൈവത്തിലും ഞാൻ വിശ്വസിക്കുന്നില്ല എന്നതാണ് ഒരാൾക്ക് തിരഞ്ഞെടുക്കാൻ ആഗ്രഹമെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യം വകവച്ചു കൊടുക്കുന്നതിനെതിരെയുള്ള യുദ്ധമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ഇന്ന് നിലവിലുള്ള ഇന്ത്യൻ ഭരണകൂടം പോലും ഇതിനെ പരസ്യമായി സപ്പോർട്ട് ചെയ്യാൻ മുന്നോട്ട് വരാത്തതിൻ്റെ കാരണം ഒരിക്കലും മനുഷ്യന്മാരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു ന്യായം ആ വിഷയത്തിൽ ഇല്ല എന്നതുകൊണ്ടാണ്. അതുകൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വെക്കേണ്ടതുണ്ട്. പെട്ട രണ്ട് വിഷയങ്ങൾ കൂടിയാണ് ഈ സെഷനിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മളെല്ലാവരും മൊത്തത്തിൽ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്ന കാര്യമാണ് മദ്യം ഒരു ദുരന്തമാണ് എന്നുള്ളത്. എന്നാൽ അത് മദ്യനിരോധനം എന്നാകുമ്പോൾ അതിനെക്കുറിച്ച് അത് പൂർണ്ണമായും സാധ്യമല്ല എന്നും സാധ്യമാണ് എന്നും തരത്തിലുള്ള ചർച്ചകൾ ഈ അടുത്ത കാലത്ത് കേരള സമൂഹത്തിൽ ഉണ്ടാവുകയും നാം എല്ലാവരും അത് വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്തവരാണ്. യഥാർത്ഥത്തിൽ പൂർണ്ണമായ മദ്യനിരോധനം സാധ്യമല്ല എന്ന് പറയുന്നവർ മുമ്പ് കാലത്ത് അമേരിക്കൻ ഐക്യനാടുകളിൽ ഈ ഒരു പൂർണ്ണമായ മദ്യനിരോധനം നടപ്പിലാക്കാൻ ശ്രമിക്കുകയും എന്നിട്ട് അത് പരാജയപ്പെടുകയും പൂർവാധികം ശക്തിയോടുകൂടി അത് തിരിച്ചു വരികയും ചെയ്തു എന്നുള്ള ഒരു വാസ്തവത്തെ അതിന് തെളിവായിക്കൊണ്ട് സമർത്ഥിക്കുകയും ചെയ്യുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ സമ്പൂർണ്ണ മദ്യനിരോധനം സാധ്യമാണോ? ഒരു മുസ്ലിമിന് ഈ കാര്യത്തിൽ എന്താണ് ഒരു നിലപാടെടുക്കാൻ കഴിയുക എന്നുള്ള തരത്തിൽ അതിൽ നമുക്ക് വെളിച്ചം വീശിക്കൊണ്ട് സംസാരിക്കുന്നത് ഷബീബ് സലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലോകത്ത് സമ്പൂർണ്ണ മദ്യനിരോധനം സാധ്യമാണോ എന്നാണ് ചോദിച്ചത്. അതിന് ഒറ്റവാക്കിൽ മറുപടി പറയാവുന്നതേ ഉള്ളൂ. ഒരു മുസ്ലിമാണ് എങ്കിൽ സമ്പൂർണ്ണ മദ്യനിരോധനം സാധ്യമാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിൻ്റെ ഗുരുനാഥൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്പൂർണ്ണ മദ്യനിരോധനം മദീനയിൽ നടപ്പിലാക്കുകയും അത് വിജയിക്കുകയും ചെയ്തു എന്നത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. പലപ്പോഴും 1920 അമേരിക്കയിൽ നടപ്പിലാക്കിയ വോൾസ്റ്റഡ് ആക്റ്റാണ് മദ്യനിരോധനം സമ്പൂർണ്ണമായ നിലക്ക് ലോകത്ത് സാധ്യമല്ല എന്ന് പറയുന്ന ആളുകൾ എടുത്തു പറയാറുള്ളത്. മദ്യത്തിൻ്റെ നിർമ്മാണവും വിൽപ്പനയും അതുമായി ബന്ധപ്പെട്ട് അത് കയറ്റുമതിയുമെല്ലാം സമ്പൂർണ്ണാർത്ഥത്തിൽ അമേരിക്കയിൽ നിരോധിച്ചപ്പോൾ തന്നെ 13 വർഷം പിന്നിട്ട് 1933 ആയ സമയത്ത് അന്നത്തെ പ്രസിഡന്റ് റോസ്വെൽറ്റിന് ആ നിയമം പിൻവലിക്കേണ്ടി വന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് അമേരിക്കൻ ചിന്തകനായ സാമ്പത്തിക ശാസ്ത്രത്തിലും നരവംശാസ്ത്രത്തിലുമെല്ലാം വലിയ സംഭാവനകൾ അർപ്പിച്ച ജോൺ ഡേവിഡ്സൺ റോക്ക്ഫെല്ലർ പറയുന്നത് കാണാം. അമേരിക്കയിൽ ഇത്തരത്തിലുള്ള മദ്യനിരോധനം കൊണ്ടുവന്നപ്പോൾ ഞാനൊക്കെ വിചാരിച്ചത് അമേരിക്കക്കാരത് ഏറ്റെടുക്കുമെന്നാണ്. അതുപോലെ തന്നെ ഈ സ്വീകാര്യത ലഭിക്കുമെന്നും കുറ്റകൃത്യങ്ങൾ കുറക്കുമെന്നും ഞാൻ വിചാരിച്ചപ്പോൾ എനിക്ക് കാണേണ്ടി വന്നത് മുമ്പൊരിക്കലും കാണാത്ത രൂപത്തിലുള്ള കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നതാണ്. എന്താണ് അതിനുള്ള കാരണം?
ആ കാരണം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ചില വസ്തുതകളുണ്ട്. വ്യവസ്ഥിതികൾക്കല്ല മാറ്റം വരേണ്ടത്, മനസ്ഥിതികൾക്കാണ്, മനസ്സിൻ്റെ തീരുമാനങ്ങൾക്കാണ് മാറ്റം വരേണ്ടത്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാമല്ലോ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് കൽപ്പിച്ചിരുന്നത് നിങ്ങൾ മദ്യപിക്കരുത്, നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നായിരുന്നു തുടക്കത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരുന്നത് എങ്കിൽ ഞങ്ങളിൽ ഒരാളും വിശ്വാസിയാകുമായിരുന്നില്ല. മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് കൽപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹു മാത്രമാണ് എന്ന തത്വം നിങ്ങൾ അംഗീകരിക്കുക. അത് അംഗീകരിച്ചതോടുകൂടി പിന്നീടെല്ലാം അംഗീകരിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി ഒരാൾ അള്ളാഹുവിനെ ദൈവമായി കാണുമ്പോൾ, ആ വിശ്വാസത്തിൽ അവൻ മാധുര്യം അനുഭവിക്കുമ്പോൾ, അവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലുമായിരിക്കും അവനേക്കാൾ, ആ ലോകത്തുള്ള എല്ലാത്തിനേക്കാൾ അവർക്കിഷ്ടമായിട്ടുണ്ടാവുക. എൻ്റെ റബ്ബിന് ഇഷ്ടമില്ലാത്തത് എനിക്കൊരിക്കലും ഇഷ്ടമില്ല. എൻ്റെ റബ്ബ് എന്നോട് വേണ്ട എന്ന് പറഞ്ഞത് ഞാൻ ഒരിക്കലും ചെയ്യുകയില്ല. അത് മദ്യത്തിൻ്റെ വിഷയത്തിലായാലും അതുപോലെ തന്നെ വ്യഭിചാരത്തിൻ്റെ വിഷയത്തിലായാലും താൻ ആഗ്രഹിക്കുന്നത് തൻ്റെ റബ്ബ് പറഞ്ഞാൽ അതെനിക്ക് വേണ്ട എന്ന് പ്രഖ്യാപിക്കാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മടിയുണ്ടാകുന്നതല്ല. അത്തരത്തിലുള്ള നിലപാടുകൾ ഏത് സമയത്താണോ മനുഷ്യൻ്റെ മനസ്സിലേക്ക് കടന്നു വരിക, എൻ്റെ ഇഷ്ടത്തിനല്ല ഞാൻ പ്രാധാന്യം കൽപ്പിക്കുന്നത്, എൻ്റെ റബ്ബിൻ്റെ ഇഷ്ടത്തിന്, എൻ്റെ മതത്തിൻ്റെ ഇഷ്ടത്തിന്, എൻ്റെ റബ്ബിൻ്റെ ഇഷ്ടത്തിന്, എൻ്റെ മതത്തിൻ്റെ തീരുമാനത്തിന് എന്ന തിരിച്ചറിവോടുകൂടി ഒരു വിശ്വാസി അതല്ലെങ്കിൽ ഒരു മനുഷ്യൻ കടന്നു വരികയാണെങ്കിൽ അവിടെയാണ് ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾക്ക് വിരമിക്കുവാൻ സമയമായില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇൻതഹൈനാ, ഞങ്ങളിതാ വിരമിച്ചിരിക്കുന്നു, ഇൻതഹൈനാ, ഞങ്ങളിതാ വിരമിച്ചിരിക്കുന്നു എന്ന് മഹാന്മാരായ സഹാബിമാർ പ്രഖ്യാപിച്ചത് മദ്യത്തിൽ മുഴുകിയ ഒരു സമൂഹം മദ്യത്തിൻ്റെ വീപ്പകൾ പൊട്ടിച്ചെറിയുവാനുണ്ടായ കാരണം മനസ്ഥിതിയിൽ വന്ന മാറ്റമായിരുന്നു. വ്യവസ്ഥിതികൾ മാറിയതുകൊണ്ട് മദ്യനിരോധനം സമ്പൂർണ്ണമായി നടപ്പിലാക്കാൻ സാധ്യമല്ല. മനസ്ഥിതികളിലാണ് മാറ്റം വരേണ്ടത്. ആ മനസ്ഥിതിയിൽ ഏത് സാഹചര്യത്തിൽ മാറ്റം വരുന്നുവോ അന്ന് സമ്പൂർണ്ണമായി മദ്യം നിരോധിക്കപ്പെടുന്ന സാഹചര്യമുണ്ടാകും. ആരട്ടുമറിക്ക് ശ്രമിച്ചാലും അത് നടക്കുന്നതുമല്ല എന്നുള്ള കാര്യമാണ് ഇതിൻ്റെ കൂടെ എനിക്ക് കൂട്ടിച്ചേർക്കുവാനുള്ളത്. വബില്ലാഹി തൗഫീഖ്. മദ്യത്തിന് അടിമപ്പെട്ടു പോയി എന്നും ഇതിൽ നിന്ന് രക്ഷ നേടാൻ എന്തുണ്ട് വഴികൾ എന്നുമായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന പ്രോഫ്കോൺ ഗൈഡൻസ് സെന്ററിൽ വെച്ച് സ്വയം മദ്യനിരോധനം നടപ്പിലാക്കിയ ഒരുപാട് സഹോദരങ്ങൾ ഈ പ്രോഫ്കോൺ തന്നെ സാക്ഷിയാണ് എന്നുള്ള സന്തോഷ വിവരം കൂടി നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഏറ്റവും അവസാനമായി കേരള സംസ്ഥാനത്തും അതുപോലെ തന്നെ അടുത്തുള്ള മേജർ സിറ്റികളിലും നടന്ന സംഭവവികാസങ്ങളുമായി ബന്ധപ്പെട്ട് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായി ഏറ്റവും അവസാനത്തെ വിഷയം കിസ് ഓഫ് ലവ്. ഇതുമായി വളരെ പ്രധാനപ്പെട്ട അതല്ലെങ്കിൽ വളരെ സങ്കീർണമായ ഒരു മാനസികാവസ്ഥയിലാണ് ഇന്നത്തെ യുവതലമുറയുള്ളത്. ഇതിനെ അനുകൂലിച്ചു കഴിഞ്ഞാൽ ഒരു ഉദാര ലൈംഗികതയുടെ പ്രയോക്താക്കളായി മാറി അങ്ങനെ ചിത്രീകരിക്കപ്പെടുകയും എന്നാൽ ഇതിനെ എതിർത്ത് കഴിഞ്ഞാൽ ഫാസിസ്റ്റുകളായി ചിത്രീകരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയിൽ യഥാർത്ഥത്തിൽ എന്ത് നിലപാട് നമുക്കിതിൽ സ്വീകരിക്കാൻ കഴിയും? ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കുന്നത് അതുപോലെ തന്നെ ഈ പാനൽ ഡിസ്കഷൻ്റെ സമാപന സംസാരം കൂടി നിർവഹിക്കുന്നതിന് വേണ്ടി CP സലീമിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. കിസ് ഓഫ് ലവ് പോലെയുള്ള പദപ്രയോഗങ്ങളും സംഭവങ്ങളും നമ്മൾ ആദ്യമായിട്ടല്ല കേൾക്കുന്നത്. അമേരിക്കയിൽ അങ്ങനെ നടന്നു, യൂറോപ്പിൽ അങ്ങനെ നടന്നു എന്നൊക്കെ വലിയ അത്ഭുതത്തോടു കൂടി നമ്മൾ പറഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇത്ര പെട്ടെന്നത് എറണാകുളത്തും കോഴിക്കോട്ടും എത്തിയല്ലോ എന്നതാണ് ഇപ്പോഴത്തെ വിഷയം. വലിയ വിമാന വേഗതയിലാണ് നമ്മുടെ നാട്ടിലേക്ക് ഇത് എത്തിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നാം പരിശോധിക്കുമ്പോൾ ഇതിന് നേതൃത്വം കൊടുക്കുന്നവർ പോലും അടിസ്ഥാനപരമായി ഇതിനെ അംഗീകരിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാവും. ഇതിൻ്റെ സംഘടന ഇതിനൊരു സംഘടന ആലോചിച്ച് നോക്കിയേ, ഇതിനൊരു സംഘടന, കിസ് ചെയ്യാനൊരു സംഘടന. ആ സംഘടനയുടെ തലപ്പത്തുള്ള രാഹുലിനോട് TV അഭിമുഖത്തിൽ ഗണേഷ് കുമാർ ചോദിച്ചു, നിങ്ങളുടെ ഭാര്യ ഒരന്യപുരുഷനോടൊപ്പം ഇങ്ങനെ കാണുന്നത് ഞാനത് ഇഷ്ടപ്പെടുന്നില്ല. സ്വന്തം സംഘടനയുടെ ആദർശം ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യത്വമുള്ള ഒരാൾക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യം പിന്നെ എങ്ങനെയാണ് സമൂഹത്തിലേക്ക് വ്യാപിച്ചു വരുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെയാണ്
മൃഗങ്ങളെപ്പോലെ എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ പ്രതിഷേധ പ്രകടനം നടത്തും, ഞങ്ങളെ അപമാനിക്കരുത് എന്ന് പറയും. കാരണം മൃഗങ്ങൾക്ക് വിവാഹം എന്ന നിയമം പടച്ചോൻ നിശ്ചയിച്ചിട്ടില്ല, അത് മനുഷ്യനാണ് നിശ്ചയിച്ചത്. അപ്പോൾ മൃഗങ്ങളുടെ രീതിയിലേക്ക് മനുഷ്യൻ എത്രയും പെട്ടെന്ന് എത്തിപ്പെടാൻ വെമ്പൽ കൊള്ളുന്ന ദയനീയമായ കാഴ്ചയാണ് ഇവിടെ നമുക്ക് ദൃശ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല മനുഷ്യരെല്ലാം ഇതിനെതിരാണ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് ഓതി തന്നത് വലാ തഖറബുസ്സിന, നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നല്ല അതിൻ്റെ അർത്ഥം. നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കാൻ ഉദ്ദേശിക്കരുത്, അഥവാ വ്യഭിചാരത്തിലേക്ക് നീങ്ങുന്ന സർവ്വ വഴികളെയും അടച്ചു കളഞ്ഞു. ഹദീസിൽ കാണാം, കണ്ണുകൊണ്ടുള്ള വ്യഭിചാരം, കാതുകൊണ്ടുള്ള വ്യഭിചാരം, കാലുകൊണ്ടുള്ള വ്യഭിചാരം, അങ്ങനെ വ്യഭിചാരത്തിലേക്കുള്ള സർവ്വ വഴികളെയും അടച്ചു കളഞ്ഞു. അതുകൊണ്ട് ജീവിത വിശുദ്ധിയുടെ ഭാഗത്തേക്ക് മനുഷ്യർ തിരിഞ്ഞു നിൽക്കുക. മറുവശം, ഇത്തരം അരുതായ്മകൾ, തോന്നിവാസങ്ങൾ കണ്ടാൽ അടങ്ങി നിൽക്കാൻ പറ്റുമോ? പ്രതികരിക്കണം എന്ന് പറഞ്ഞ് അതിനെതിരെ പ്രതികരിക്കുന്ന രീതിയാണ് സദാചാര പോലീസ് എന്നൊക്കെയുള്ള ഓമന പേരുകൾ അറിയപ്പെടുന്ന ഇതിൻ്റെ പ്രതികരണത്തിൻ്റെ രീതി. ആ പ്രതികരണത്തിൻ്റെ രീതി ഇസ്ലാം അംഗീകരിക്കുന്നേയില്ല. കൊന്നവനെ കൊല്ലാം, ഇസ്ലാമിൻ്റെ നിയമമാണ്. എവിടെയുള്ള നിയമം? കൊന്നവനെ കൊല്ലേണ്ടത് ആ ഇസ്ലാമിക ഭരണകൂടത്തിൽ നിശ്ചയിക്കപ്പെട്ട ആരാച്ചാരാണ്. എൻ്റെ അനിയനെ കൊല്ലുന്നത് ഒരു ഇസ്ലാമിക രാജ്യത്ത് എൻ്റെ അനിയനെ ഇന്ന ആളാണ് കൊന്നത് എന്ന് എനിക്ക് വ്യക്തമായി അറിയാം. എങ്കിൽ എനിക്ക് ആ കൊലപാതകയെ എനിക്ക് കൊല്ലാൻ അവകാശമില്ല. ഇസ്ലാമിക രാഷ്ട്രത്തിൽ എനിക്ക് കേസ് കൊടുക്കാം, കോടതിയിൽ വാദിക്കാം, ആദ്യഘട്ടത്തിൽ തോറ്റാൽ വീണ്ടും അപ്പീൽ കൊടുക്കാം. ഇസ്ലാമിക കോടതി വിധിക്കണം, ആ വിധി നടപ്പാക്കേണ്ടത് ഞാനല്ല, ആരാച്ചാര. അതാണ് ഇസ്ലാമിക രാജ്യത്തെങ്കിൽ ഇത്തരം തിന്മകളെ ഈ അക്രമങ്ങളിലൂടെ എതിർക്കുക എന്ന ആ പ്രതികരണത്തിൻ്റെ രീതിയിലും അനിസ്ലാമികതയുണ്ട്. അതിനെയും നാം എതിർക്കുന്നു. കാരണം അങ്ങനെയല്ല അത് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഉദാര ലൈംഗികതക്കും അതേപോലെ തന്നെ പ്രതികരണത്തിലെ അക്രമത്തിൻ്റെ സ്വഭാവത്തിനും ഇടക്കാണ് പരിശുദ്ധ ഇസ്ലാം ആ വിഷയത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഇതിനെതിരെയുള്ള ഏറ്റവും വലിയ പ്രചാരണം, ഇതിനൊക്കെ പിന്നിലുള്ളവർക്ക് വേറെ ചില ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, ചാനലിലൊക്കെ വരും, ഏതെങ്കിലും നിലക്ക് എന്തെങ്കിലുമൊക്കെ കാണിച്ചാലേ അതിൻ്റെ പേരിലെങ്കിലും, ഇതിൻ്റെ പേരിൽ ചാനൽ ചർച്ച, കിസ് അംഗീകരിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഒരു സംഘടന, ഇതൊക്കെ വളരെ വളരെ മോശമായൊരു ഏർപ്പാടായി വിദ്യാർത്ഥി സമൂഹം അങ്ങ് പറയാനും അത്തരമൊരു നിലപാടെടുക്കാനും നാം തുടങ്ങിയാൽ തീർച്ചയായും ഇതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലേക്ക് പോകുമെന്ന് മാത്രമല്ല, കേരളത്തിന് മറ്റിതര സംസ്ഥാനങ്ങളിൽ നിന്നൊരു പ്രത്യേകതയുണ്ട്. കേരളത്തിലെ വിദ്യാർത്ഥി തലമുറ മുതൽ ഇസ്ലാമിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ച് ഈ സമൂഹത്തിന് നേതൃത്വം കൊടുക്കേണ്ട പ്രൊഫഷണലുകളുടെ സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. ഇത്രയും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ ഇവിടെ ഒന്നിച്ചിരുത്താൻ സാധിക്കുന്ന ഒരു ആയുധം നമ്മുടെ കയ്യിലുണ്ട്. അത് പരിശുദ്ധ ഖുർആനാണ്, പ്രവാചക ചര്യയാണ്. അതുകൊണ്ട് വൈകാരികമായി ഒന്നിനോടും പ്രതികരിക്കാതെ വൈചാരികമായ നിലപാടുകൾ നമ്മൾ എടുക്കുക. അതെ, മീഡിയകൾ മുസ്ലിങ്ങളുടെ ആശയപരമായ പ്രബോധനത്തെ തടയുന്നതിന് വേണ്ടിയുള്ള ശക്തമായ ശ്രമങ്ങൾ നടക്കുന്നു. ഒന്നാമത്തെ ദിവസം വെള്ളിയാഴ്ച നാം ചർച്ച ചെയ്ത വിഷയം നമുക്കറിയാം, പ്രവാചക നിന്ദയുമായി ബന്ധപ്പെട്ട കാർട്ടൂൺ പ്രസിദ്ധീകരിച്ച അതേ ചാർലി ഹെബ്ഡോ എന്ന് പറയുന്ന അതേ പ്രസിദ്ധീകരണം തൊട്ടു മുമ്പ് മറ്റൊരു കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചിരുന്നു. മീഡിയ കാണാതെ പോയ, പ്രതികരണക്കാർ കാണാതെ പോയത് എന്താണത്? ഫ്രഞ്ച് പ്രസിഡന്റായിരുന്ന സർക്കോസിന്റെ മകൻ ജീൻ സർക്കോസി ഒരു ജൂത കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിച്ചു. സമ്പത്ത് മോഹിച്ചുകൊണ്ടാണ് ആ ജൂത കുടുംബത്തിൽ പോയി വിവാഹം കഴിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഇതേ പ്രസിദ്ധീകരണം, ഇതേ മാഗസിൻ പരിഹസിച്ചുകൊണ്ട് ഒരു കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചു. ആ കാർട്ടൂൺ പ്രസിദ്ധീകരിച്ച സന്ദർഭത്തിൽ അതിനെതിരെ കേസ് വന്നു, വിശദീകരണം ആവശ്യപ്പെട്ടു. ആ കാർട്ടൂൺ പ്രസിദ്ധീകരിച്ച മോറിസ് സിനറ്റിനെ ആ പ്രസിദ്ധീകരണാലയത്തിൽ നിന്നും പുറത്താക്കി. എന്തേ ലോകം ഇതറിയാത്തത്? ഇതേ കാർട്ടൂൺ പ്രസിദ്ധീകരിച്ച അതേ മാഗസിനിൽ നടന്ന ഒരു ജൂതനെതിരെ കാർട്ടൂൺ കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് അവിടെ ഇരിക്കാൻ പോലും പാടില്ല, പുറത്തു പോകണം എന്ന വാർത്ത എന്തേ ലോകത്ത് അറിയാതെ പോയത്? അവിടെയാണ് പ്രതികരണങ്ങളിലും മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നിടത്തും പരിശുദ്ധ ഇസ്ലാമിനെ പ്രതിയാക്കുക എന്ന അജണ്ട നാം കൃത്യമായി തിരിച്ചറിയേണ്ടതുണ്ട്. സൺഡേ ടൈംസിൽ നമുക്കറിയാം, ഇസ്രായേലിൻ്റെ
പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട ഒരു കാർട്ടൂൺ ഫലസ്തീനിലെ പിഞ്ചു കുട്ടികളെ ആക്രമിക്കുന്ന സന്ദർഭത്തിൽ, ചോരൊഴുക്കുന്ന സന്ദർഭത്തിൽ ആ ചോരപ്പാടുകൾ വെച്ചുകൊണ്ട് ഒരു കാർട്ടൂൺ വന്നപ്പോൾ അതിനെതിരെ വിശദീകരണം ആവശ്യപ്പെടുകയും അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്ത അതേ പ്രധാനമന്ത്രിയാണ് പാരീസിലെ റാലിയിൽ മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാർട്ടൂണുമായി ബന്ധപ്പെട്ടെടുത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി രാഷ്ട്ര നേതാക്കന്മാരോടൊപ്പം ഒപ്പം നിൽക്കുന്നത്. അപ്പോൾ മുസ്ലിങ്ങൾക്ക് മാത്രം ഒരു നിയമം, അതെ, പ്രകോപിപ്പിക്കുക, ആ പ്രകോപനങ്ങളുടെ പ്രതികരണങ്ങൾ കാണിച്ച് ഇതാണ് ഇസ്ലാം എന്ന് വിരുത്തി തീർക്കുക. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ ശത്രുക്കളെ സന്തോഷിപ്പിക്കുന്ന നിലപാടുകളല്ല. ഏതൊരു വിഷയം വരുമ്പോഴും 1, 2, 3 വട്ടം ചിന്തിക്കുക. എന്നിട്ട് ഖുർആനിൻ്റെ, ഹദീസിൻ്റെ, അത് രണ്ടിൻ്റെയും പ്രഥമ സംബോധിതരായ സ്വഹാബത്തിൻ്റെ നിലപാടുകളിലേക്ക് നാം തിരിച്ചു വന്നുകൊണ്ട് ഒരു നിലപാടെടുക്കുക. അതേ, മുജാഹിദ് പ്രസ്ഥാനത്തിന്, ഈ സലഫി സംഘത്തിന് സർവ്വ വിഷയങ്ങളിലും കൃത്യവും വ്യക്തവും സുതാര്യവുമായ നിലപാടുണ്ട്. ആരോടും തുറന്നു പറയാൻ പറ്റുന്ന നിലപാട്. ആ നിലപാടുകളെ കുറിച്ച് നാം അറിയുക, പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദീനി പ്രവർത്തനങ്ങളെ എളുപ്പമാക്കി തരുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.